ഒക്കെ ഉണ്ട്. കുട്ടിമോൻ ആരാ? ഓക്കെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൽമാൻ അസ്ഹരിയോ ഇപ്പൊ സംസാരിച്ചിരുന്ന ആള്, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് കാണുന്നത് 756. ഉസ്താദെ, അത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നുള്ള വിശ്വാസങ്ങൾക്കുണ്ടോ? പല ആളുകളും അങ്ങനെ തെറ്റിദ്ധാരണ പല ആളുകൾക്കും ഉണ്ട്. 756 ഒരു ബിസ്മിയുടെ ചുരുക്കമാണ്, അത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നുള്ള പല വിശ്വാസക്കാർക്കും ഉണ്ട്. ഈ വിശ്വാസം ഉസ്താദ് നിങ്ങൾക്കുണ്ടോ? അത് ശരിയാണോ അല്ലേ? ഒന്ന് പറഞ്ഞിട്ട് കാണി. ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. തീർച്ചയായും ഉണ്ട്. ഈ 786 എന്നത് കൊണ്ട് ഇനിയിപ്പോ ഈ 786 ഇടാതെ വേറൊരു സൽമാൻ അസ്ഹരി വന്നാൽ അത് ഞാനല്ല എന്ന് മനസ്സിലാക്കുമല്ലോ, എന്നെ തിരിച്ചറിയാൻ ഈ 786 എന്നത് സഹായകമാകുമല്ലോ എന്ന ഗുണം ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് സുഹൃത്തേന് പ്രശ്നം? റിലീസ് ആ വിഷയമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതിന്റെ തിരിച്ചറിയാനുള്ള ആടയാളല്ല ഞാൻ ചോദിച്ചത്. ഇത് മുഖേന നിങ്ങൾക്ക് വല്ല ഹൈറും കിട്ടുമോ? ഹൈറ് കിട്ടും. അതിനല്ലേ പറഞ്ഞു, മറ്റേ ഷർറാവ് പറഞ്ഞ് ഹൈറ് കിട്ടുമല്ലോ. സൽമാൻ അസ്ഹരി എന്ന പേരിൽ ഒരാൾ ക്ലാസ് റൂമിൽ വന്നു. അങ്ങനെ വന്നാൽ ആ സൽമാൻ അസ്ഹരി ഈ സൽമാൻ അസ്ഹരി അല്ല. ഇനി അയാളിവിടെ വല്ല വെകിടും വിളിച്ചു പറഞ്ഞാൽ അത് ഈ സൽമാൻ അസ്ഹരി അല്ല. ഈ സൽമാൻ അസ്ഹരിക്ക് 786 എന്നവിടെ ഉണ്ട് എന്ന തിരിച്ചറിവ് എന്നെ കുറിച്ച് ആളുകൾക്ക് ഉണ്ടാവും. ഇതൊരു ഹൈറല്ലേ? ആ ഹൈറ് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഇതിൽ പ്രശ്നം? ആ ഹൈറല്ല അതന്നെ ഹൈറ്. ആ ഒരു ഹൈറിനെ ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഇതിൽ പ്രശ്നം? അല്ല കുട്ടിമ്മ മൗലവി, പേരാമ്പ്ര സംവാദം കഴിഞ്ഞിട്ട് പിന്നെന്തെങ്കിൽ ആ സംവാദം അവിടെ പ്ലേ ചെയ്യാത്ത നിങ്ങളെ റൂമില്? ജാഫർ മൗലവിക്ക് ശേഷം നിങ്ങൾ പോരാനുള്ള പരിപാടി ഉണ്ടോ? എന്തുകൊണ്ടാണ് പ്ലേ ചെയ്യാത്ത നിങ്ങളെ റൂമിലൊന്ന് അറിയിക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. ഇവിടെ ഉസ്താദെ ആ വിഷയത്തെ സംബന്ധിച്ചല്ല ഞാൻ ചോദിച്ചത്. ആ വിഷയത്തെ സംബന്ധിച്ച റൂട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ പോകണം. ഉപരൊരിക്കലും ഞാൻ ഇങ്ങനെ പറയുന്ന ഉപര പ്രതീക്ഷിച്ചിട്ടില്ല. ഹൈറ് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ ഹൈറ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ല, ആ ഹൈറല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതിനെന്താ പിന്നെ ഇനി ഹൈറ് കിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോരെ? ഹൈറ് കിട്ടും ചോദിക്കണോ? ഹൈറ് കിട്ടും തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ചോദിച്ചതേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഹൈറ് കിട്ടും 786 എന്ന എന്റെ ഐഡിന്റെ പിന്നിൽ ആ നമ്പർ ഇട്ടത് കൊണ്ട് കുറെ ഹൈറുകൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് പ്രശ്നം? അല്ല ഉസ്താദെ, ഇത് പല ആളുകളും ബിസ്മിയുടെ ചുരുക്കമായും കൊണ്ടും വീട്ടിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എഴുതി വെക്കുന്നുണ്ട് 786. ഇത് മുഖേന ഒരുപാട് അനുഗ്രഹങ്ങളിലേക്ക് സിദ്ധിക്കും. എന്റെ എല്ലാ മുസീബത്തുകളും നീങ്ങും. ഏതുപോലെ നമ്മൾ ദിക്ർ ചെല്ലും പോലെ അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലും പോലെ ഇത് ചൊല്ലി 786 എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ, അതുപോലെ തന്നെ എഴുതി വെച്ചാൽ ഇത് മുഖേന വലിയ അനുഗ്രഹം കിട്ടുമോ കിട്ടില്ലേ? ഈ സാധാരണക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കി. അതുകൊണ്ടാ ചോദിക്കുന്നത്. എനിക്കും പഠിക്കാമല്ലോ. അതാണ് ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം. എന്നല്ലാതെ നിങ്ങൾ ഐഡിയ ഇവിടെ തിരിച്ചറിയോ ഇല്ലേ എന്നുള്ളതല്ല. ചക്ക എന്ന് പറയുമ്പോൾ അത് പിരാക്കായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ചക്ക എന്ന് പറയുമ്പോൾ അത് പിലാക്കായി എന്ന് പറഞ്ഞാലും കാര്യമുണ്ട്. ആരാ പറഞ്ഞില്ല? പറയണത് മുഴുവൻ ബഗീടാകാണ്. കുറച്ച് പിലാക്കായിക്ക് തന്നെയാണ് സുഹൃത്തെ ചക്ക എന്ന് പറയല്. ഇനിയിപ്പോ ഒരു നാട്ടിൽ ചക്ക എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞില്ല, പിലാവും ഉണ്ടാണ് കായ് എങ്ങായി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവൂലേ? എന്താ ചെയ്യാം? ആയിക്കോട്ടെ, അതൊക്കെ പോട്ടെ.
ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? ഈ 786 എന്നതുകൊണ്ട് വല്ല ഖൈറും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. എന്ത് ഖൈറ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഖൈറ് ഞാൻ പല ഖൈറും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടാമത് അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് പലരും 786 എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുമോ? പിന്നെ ആരിപ്പോ അങ്ങനെ 786 അവിടെ കൂലിയിട്ടാ ചെല്ലണവരുള്ളത്? അങ്ങനെ ആരെങ്കിലും ചെല്ലാറുണ്ടോ? സുഹൃത്തുക്കളെ ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? ഒന്ന് എസ്സടിച്ചാണ്. ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ സാങ്കല്പിക ചോദ്യങ്ങൾക്കൊക്കെ മറുപടി വരാം സുഹൃത്തെ. അല്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചോദിക്കാൻ. പിന്നെ അത് ബിസ്മിയുടെ ചുരുക്കമാണ് എന്നത് അബുജദ് കണക്കനുസരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് അബുജദ് കണക്കനുസരിച്ച് കൂട്ടിയാൽ 786 കിട്ടും. അതിന്റെ അർത്ഥം പിന്നെ 786 തന്നെ കിട്ടുക. അപ്പൊ അത് അങ്ങനെ ഒരു 786 അവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് ബിസ്മി ചൊല്ലണിന് പകരാകുന്നു. അത് ബിസ്മി ചൊല്ലണം എന്ന് എഴുതിയിട്ടൊന്നല്ല. കുട്ടിമോൻ നാർത്തതിന് ഉത്തരം പറഞ്ഞില്ല. അടുത്തൊരു ചോദ്യം. ഈ 786 താഴെ ചന്ദ്രക്കര വെക്കലുണ്ട്. നിങ്ങളെ ഐഡിയിൽ മൂന്നാണ്. കുട്ടി കഴിഞ്ഞിട്ട് മൂന്ന് പറഞ്ഞ ചന്ദ്രൻ എന്നാണ്. അതെന്തിനാ? ആ 3 കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒന്നറിയാൻ താല്പര്യമുണ്ട്. കാരണം 786 താഴെ സാധാരണ എഴുതുന്നവര് കത്തിന് താഴെ ഈ ചന്ദ്രക്കല വെക്കലുണ്ട്. അത് ഉദ്ദേശിച്ചാണോ 3 ചന്ദ്രക്കല ഇട്ടിട്ടുള്ളത്? ഒന്ന് പറഞ്ഞാൽ പേരാമ്പ്രന്റെ കാര്യം കൂടി പറയണം കൂട്ടത്തില്. സുഹൃത്തെ, ശംസുൽ ഉലമ അതുപോലെ തന്നെ ഖമറുൽ ഉലമ എന്നൊക്കെ പറയല്ലോ. അതുപോലെ തന്നെ ഖമർ സുഹറാൻ. ഇപ്പൊ മനസ്സിലായ? ശംസുൽ ഉലമ, ഖമറുൽ ഉലമ, ഖമർ സുഹറാൻ, ബാലചന്ദ്രൻ. പഠിച്ചോ? അതോടാണ് ഓരോരോ സംശയം ചുറ്റുവന്നത്. അതോടാണ് കേട്ടാ. അത് പഠിച്ചോ? ബാലചന്ദ്രൻ, ഖമർ സുഹറാൻ. അത് വിട്. പിന്നെ വേറെന്താ നമുക്ക് പറയാനുള്ളത്? ഇതാണ്. അപ്പൊ ഉസ്താദ് ഓക്കെ. ബാലചന്ദ്രൻ, നിങ്ങളൊന്നുകൂടി മൈക്ക് വരി. ബാലചന്ദ്രൻ പറയേണ്ടത് എന്താണെന്നറിയോ? പിന്നെ നമ്മള് ബാലചന്ദ്രൻ എന്ന് വിളിക്കുന്നതിന് മൂപ്പർക്ക് എതിരഭിപ്രായം ഒന്നും ഉണ്ടാവില്ല. കാരണം മൂപ്പര കുട്ടിമോൻ എന്നതുകൊണ്ട് മൂപ്പർ ഉദ്ദേശിച്ച് ബാലചന്ദ്രൻ എന്നാ. അപ്പൊ മൂപ്പർ ഉദ്ദേശിച്ചതിന് വിളിക്കലാണ് നല്ലത്. ആയിക്കോട്ടെ. ബാലചന്ദ്രൻ ഇവിടെ വന്നിട്ട് ഈ പറയേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഈ 786 ആരെങ്കിലും ഇവിടെ വിക്രമായിട്ട് ചെല്ലാറുണ്ടോ? ഇല്ല, അങ്ങനെ ആരും ചെല്ലാറില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞു ഞങ്ങളാരും ചെയ്യാറില്ല. പിന്നെ എന്തിനാ സുഹൃത്തെ ആവശ്യമില്ലാത്ത കാര്യം? പിന്നെ നിങ്ങൾ പറഞ്ഞത് ഈ ബിസ്മിക്ക് പകരമായിട്ടൊന്നും അത് ആരും ഒന്നും ചെയ്യാറില്ല. അത് 786 എന്നത് അബുജദ് കണക്കനുസരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ കണക്കൂട്ടിയാൽ 786 കിട്ടും. മൈക്ക് പ്ലീസ്. പിന്നെ നിങ്ങളോട് നേരത്തെ ബഹുമാനപ്പെട്ട അമീർ സാഹിബ് ഒരു കാര്യം കൂടി ചോദിച്ചു. പേരാമ്പ്ര സംവാദം എന്തെങ്കിലും ക്ലാസ് റൂമിൽ നിങ്ങൾ പ്ലേ ചെയ്യാഞ്ഞത് എന്തെങ്കിലും? അത് പറയുമ്പോ ഒരു കഞ്ഞിന്റെ അടിയിൽ കറുത്ത ഒറ്റപ്പെട്ട മാതിരി ഒരു വിഴുങ്ങല്. അതെന്താ ഒന്നതിനെ പറ്റി ഒന്നും പറയാത്തത്? അതും കൂടി നിങ്ങൾ പറയണം. മൈക്ക് റിലീസ്. ഏതായാലും ഉസ്താദ് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം കൊടുത്താൽ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഉസ്താദ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കത്തിലൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ സ്ഥാനത്ത് 786, അതുപോലെ തന്നെ വണ്ടിയില്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമുണ്ട്. അതുപോലെ നിങ്ങളും ഇവിടെ തലക്കെ വെച്ചിട്ടുണ്ട് 786. നിങ്ങളെ പോലത്തെ ആളുകൾ ഇത് വെക്കുമ്പോൾ ഇത് മാതൃകയാക്കിക്കൊണ്ട് പലരും ചെയ്യും. മാത്രമല്ല ഓക്കെ സുഹൃത്തെ, 786 എന്നൊരാള് വണ്ടിന്റെ പുറത്ത്, വണ്ടിയുടെ മുന്നിൽ അല്ലെ, വീടിന്റെ പുറത്ത് ഈ 786 എന്ന് എഴുതി വെക്കല് തെറ്റാണ്. അത് പാടില്ല. ശിർക്കാണ്, ബിദ്അത്താണ്, കുഫ്റാണ്. ഒരിക്കലും നിങ്ങൾ 786 എഴുതാൻ പാടില്ല. ഒരു ഹറഫ് തുണ്ടം എവിടുന്നെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവരി. വെറുതെ നിങ്ങൾ ഓരോന്നും പറഞ്ഞ് വിലക്കല. പേരാമ്പ്ര സംവാദം കൂടി പറയണേ.
ഉസ്താദെ ഖൈറും ഷർറും അള്ളാഹുവിന്റെ വക്കൽ നിന്നല്ലേ? ഈ 786 മുഖേന എന്റെ ഉപദ്രവങ്ങൾ നീങ്ങും, അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് നിയമത്തുകൾ കിട്ടും എന്നുള്ള വിശ്വാസം ഇതിന്റെ ഉള്ളിൽ അന്തർഭവിച്ച് കിടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണ അങ്ങനെ ഉണ്ട്. അത് തെറ്റായ ധാരണയല്ല സുഹൃത്തെ, ശരിയായ ധാരണയാണ്. ഞാൻ പറഞ്ഞില്ലേ 786 എന്നതുകൊണ്ട് ഇവിടെ കൂടിയ ആളുകളുടെ ഇടയിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കി നിർത്തുന്നു. ഈ 786 എന്നതുകൊണ്ട് എന്നെ ആളുകൾ തിരിച്ചറിയുന്നു. ഇനി ഒരാൾ സൽമാൻ അസേരി എന്ന് പേരിട്ട് വന്നാലും അത് ഞാനല്ല, അത് നമ്മള് സൽമാൻ അസേരി 786 എന്നുള്ള സൽമാൻ അസേരിയാണ് എന്ന് ജനങ്ങൾ എന്നെ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. ഇതൊരു ഗുണം പ്രതീക്ഷിക്കലാണ്. ഈ ഗുണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു ഖൈർ പ്രതീക്ഷിക്കുന്നല്ലേ? എന്താ ഇത് പ്രശ്നം? ഇതിപ്പോ ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസത്തിനെതിരാ? എന്താ ഈ പറയുന്നത്? അല്ല, ഞാൻ ഇപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നു. ഇത് ഇങ്ങനൊരു ഗുണം ഞാൻ അതോട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോ ഖൈറാണ്. ഇതിപ്പോ അള്ളാഹു താലാക്കാണ്. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസത്തിനെതിരെ അല്ല. എന്നെ ഈ തിരിച്ചറിയാനുള്ള ശക്തി കൊടുത്തത് അള്ളാഹുവാണ്. തിരിച്ചറിവിന് വേണ്ടി 786 എന്ന നമ്പർ അവിടെ ഇടാനുള്ള ബുദ്ധിയും വിവേകവും എനിക്ക് നൽകിയതും അള്ളാഹു താലയാണ്. ഇതുകൊണ്ട് തന്നെ തിരിച്ചറിയാനുള്ള ശക്തി ഇവിടെ കൂടിയ ആളുകൾക്ക് നൽകുന്നതും അള്ളാഹുവിൽ നിന്നാണ്. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. ആ വിശ്വാസത്തിന് സപ്പോർട്ടാണത്. എല്ലാ കാര്യവും അങ്ങനെ തന്നെ. വേണമെങ്കിൽ മനസ്സിലായിക്കോളി. പേരാമ്പ്ര സംവാദം കൂടി പറയണേ. അപ്പൊ ഖൈറും ഷർറും ഈ 786 നിന്നാകുന്നു ഉണ്ടാകുന്നത്. അത് കാരണത്താൽ എല്ലാവർക്കും അത് വെക്കാം അല്ലേ? അത് ശരി, നല്ല വ്യാഖ്യാനാണ്. ജനങ്ങളെ ശിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് ഉസ്താദ്. കാരണം അള്ളാഹുവാണ് ഖൈർ തരുന്നവൻ, ഷെർ അള്ളാഹിൽ നിന്നാണ്. 786 അതുമായി യാതൊരു ബന്ധവുമില്ല. സമൂഹം ഇന്ന് മനസ്സിലാക്കുന്നു 786 ഞാൻ വെച്ചു കഴിഞ്ഞാൽ ഇത് മുഖേന എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും. പഴയ കാലത്തുണ്ടായിരുന്നു ആഗ്രഹ സഫലീകരണത്തിന് സന്ദർശിക്കുക, സന്ദർശിക്കുക ജിന്ന് ക്ലിനിക്കുകളിലേക്ക് അല്ലെ? അതൊന്നല്ല. എന്താ സ്വത്താണ് ഇപ്പൊ ഏതായാലും അല്ലേ വഹാബിസം എന്ന് പറഞ്ഞ സാധനം എന്താണ് എന്ന് കൗമിന് മനസ്സിലാകാനുള്ള ഒരു അവസരമാണ് ഇതൊക്കെ. നോക്കുകയാണെങ്കിൽ ഈ 786 എന്നതുകൊണ്ട് അതെനിക്ക് വല്ല ഗുണവും ചെയ്യുമെന്ന്, ഈ 786 എനിക്ക് വല്ല ദോഷവും ചെയ്യുമെന്ന്, എനിക്ക് വല്ല ഷെറും ഖൈറും അതുകൊണ്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് തനിച്ച ശിർക്കാണ് നാം പറഞ്ഞത്. ഈ 786 എന്നതുകൊണ്ട് ഖൈറിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഖൈർ? ഇവിടെ സൽമാൻ അസ്ഹരി എന്ന പേരിന്റെ കൂടെ 756 ഉള്ളത് കൊണ്ട് മറ്റാരെങ്കിലും ഈ പേരിൽ ഇവിടെ വന്നാലും അതിൽ നിന്ന് തിരിച്ചറിയുന്നുള്ള വിശ്വാസത്തിന് എതിരാണോ? അല്ല. അങ്ങനെ ഞാൻ അതെല്ലാവർക്കും അറിയില്ല സുഹൃത്തുക്കളെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾ ഇന്നെ തിരിച്ചറിയാൻ നിങ്ങൾക്കുള്ള, ഞാൻ എന്റെ ശബ്ദം കൊണ്ട് തിരിച്ചറിയണമല്ല, ID കൊണ്ട് ഇന്നെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഈ 786 കൊണ്ട് നിങ്ങൾക്ക് ഇന്നെ തിരിച്ചറിയാൻ പറ്റുമല്ലേ? ഒന്ന് ടെക്സ്റ്റ് അടിച്ചാണ്. ഈ 786 കൊണ്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുമല്ലേ? കഴിയും. എല്ലാവരും വളരെ കഴിയും. ഈ 786 കൊണ്ട് എന്നെ തിരിച്ചറിയാൻ കഴിയും. എന്നാ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ 756 കൊണ്ട് എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ? നിങ്ങളെ കഴിവ് കൊണ്ടാണ് നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നത്? 786 എന്നതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ആ കഴിവ്, അത് നിങ്ങളുടെ സ്വയം കഴിവ് കൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നതാണോ? ആണ്ടോ സുഹൃത്തെ? ഇതാണ് സുന്നത്തമായത്. ഇതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത്. ഇത് സബബാണ്. ഇത് സബബാണ്. മനസ്സിലായ നിങ്ങൾക്ക്? കുട്ടി മൂൺ ബാലചന്ദ്രൻ കേട്ടോളി. ഇത് ഈ 786 എന്നത് സബബാണ്. മുസബ്ബിബ് അള്ളാഹുവാണ്. മനസ്സിലായല്ലോ? കാര്യങ്ങൾ ഇത് കാരണത്തെ ഇവിടെ നിശ്ചയിച്ചത് അള്ളാഹുവാണ്. ഇതൊരു കാരണം മാത്രമാണ്. എന്നാൽ ഈ കാരണങ്ങളുടെ മുഴുവനും നിയന്താവും ഇതിനെ നിയന്ത്രിക്കുന്നവനും ഇതിനെ സൃഷ്ടിക്കുന്നവനും അള്ളാഹുവാണ്. ഈ 786 എന്നത് കൊണ്ട് തന്നെയാണ് എന്നെ തിരിച്ചറിയുന്നത്. പക്ഷേ ഈ 786 കൊണ്ട് എന്നെ തിരിച്ചറിയാനുള്ള കഴിവ് അള്ളാഹുവാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അതാണ് ദീന്.
എന്താപ്പാ ശിർക്കൊക്കെ അല്ലേ? പേരാമ്പ്ര സംവാദം കൂടെ ഒന്ന് പറയണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഉസ്താദേ, മൻ തഅല്ലക തമീമൻ ഫഖദ അശ്റക. ആരെങ്കിലും ഐക്കല്ല് ബന്ധിപ്പിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു. ഒരാൾ 756 വെച്ചുക, ഇതിന്നെ തിരിച്ചറിയാനല്ലേ? വേറൊരുത്തൻ ഐക്കല്ല് കെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ തിരിച്ചറിയാനാണ്. ഒരാൾ ഐക്കല്ല് കെട്ടിക്കുന്നത് അവനെ തിരിച്ചറിയാണ്, ഇന്നെ തിരിച്ചറിയാനുള്ള അടയാളമാണ് ഐക്കല്ല്. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ തഅല്ലക തമീമൻ ഫഖദ അശ്റക. ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. ആ വിശ്വാസം 750 അല്ല, ഇത് ഒറിജിനൽ ബാലചന്ദ്രൻ തന്നെയാണോ അടിച്ചോനെ? സുഹൃത്തെ ഞാൻ ചോദിക്കട്ടെ, എന്നായിക്കോട്ടെ, എന്നാ ഇനി അമീർ സാഹിബ് നിങ്ങൾ ആ റെക്കോർഡ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയേ. കുട്ടി മോൻ ബാലചന്ദ്രൻ, ഇനി നിങ്ങൾ പറയേണ്ടെന്ന് അറിയോ? ബൈലക്സ് മെസ്സഞ്ചറിൽ ID ഉപയോഗിക്കുന്ന ആളുകൾ പേരിന്റെ കൂടെ ഏതെങ്കിലും നമ്പർ ഉപയോഗിക്കുന്നത് ഈ ഹദീസിന് എതിരാകുന്നു. ഐക്കല്ല് കെട്ടുക എന്ന് പറഞ്ഞ ഹദീസിന് എതിരാകുന്നു. ഐക്കല്ല് കെട്ടുന്ന ശിർക്കാണ് എന്ന് പറഞ്ഞ ഹദീസാകും. അത് ബൈലക്സിൽ ID ആയി ഉപയോഗിക്കുന്നവർ, ബൈലക്സ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇവിടൊക്കെ എല്ലായിടത്തും പേരിന്റെ കൂടെ എന്തെങ്കിലും നമ്പർ, അക്കങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ആ ചെയ്യുന്നത് തനിച്ച ശിർക്കാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ഏത് ക്ലാസ് റൂമിന്റെ ആളാന്നാ പറഞ്ഞേ? കുട്ടിമോൻ ഏത് ക്ലാസ് റൂമിന്റെ ആളാന്നാ പറഞ്ഞേ അമീർ സാഹിബേ? കുട്ടിമോൻ ഏത് ക്ലാസ് റൂമിന്റെ ആളാണ്? അങ്ങനെ ഹദീസ് ഉണ്ടോല്ലോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ അടക്കണ്ടേ. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമുണ്ട്. KNM ക്ലാസ് ഓൺലൈൻ ക്ലാസ് റൂമിന്റെ KNM ഓൺലൈൻ ക്ലാസ് റൂമിന്റെ സുഹൃത്താണ് അദ്ദേഹം. പറയട്ടെ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് പറയും ദയവ് ചെയ്തിട്ട്. ഓക്കെ, മൈക്കിൾസ് നിങ്ങൾ പറഞ്ഞത് അതാണല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഏത് പേരിന്റെ കൂടെ ഏതെങ്കിലും നമ്പർ ചേർക്കരുത്. ആ ഹദീസ് നിങ്ങളൊന്നുകൂടെ പറയാ, എന്നിട്ട് ആ ഹദീസിന്റെ അർത്ഥം പറയാ, എന്നിട്ട് നിങ്ങൾ പറയേണ്ടത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പേരിന്റെ കൂടെ നമ്പർ വെക്കുന്നത് തനിച്ച ശിർക്കാകുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ്. പ്ലീസ് മൈക്കിൾസ്. കുട്ടിമോൻ ഒന്നുകൂടി പരിചയപ്പെടുത്തിയാൽ പേരാമ്പ്ര സംവാദത്തിൽ തോറ്റുപോയ മുജാഹിദ് ടീം അല്ല, റേഡിയോക്കാർ കേൾക്കാൻ വേണ്ടിട്ടാണ്. പേരാമ്പ്ര മറക്കല്ലേ പറയ്. അല്ല, ഇങ്ങനെ ഹദീസില്ലേ? എന്താ ഹദീസ് ഇപ്പൊ തൊടാത്തത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഒരാളെന്തേത് ഇന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഐക്കല്ല് കെട്ടിയത്. ഏതുപോലെ ഇപ്പൊ ഉസ്താദ് 256 വെച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. എന്നാ ഉസ്താദ് പറയട്ടെ ഹദീസ്. മൻ തഅല്ലക തമീമൻ ഫഖദ അശ്റക. അഹ്മദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്, പഠിച്ചോളി. എന്താ ഇതിന് ഐക്കല്ല് കെട്ടിയത്? തിരിച്ചറിയാന്, രോഗം മാറാന്. അതുപോലെ തന്നെ 251 അതെന്തിനാ? ഉദ്ദേശത്തിന്, ഉദ്ദേശ സാഫല്യം പൂർത്തിയാകാന്. അത് തന്നെയാണ് ശിർക്ക്. ഓക്കെ സുഹൃത്തുക്കൾ, ഇത് റെക്കോർഡ് ചെയ്യണേ. മൻ തഅല്ലക തമീമത്തൻ എന്ന് പറഞ്ഞൊരു ഹദീസ് ആകാശത്തിന്റെ മുകളിന്ന് ഭൂമിന്റെ അടിയിൽ നിന്ന് എവിടുന്നെങ്കിലും ഒന്ന് കുഴിച്ചെടുത്തിട്ടോ കുറച്ചെടുത്തിട്ടോ നിങ്ങളൊന്ന് കൊണ്ടുവരണം. ആ ഹദീസ് എവിടെയുള്ളതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. എന്റെ മൻ തഅല്ല എന്താ ചെയ്യ മൻ തഅല്ലക തമീമത്തൻ അല്ലേ? അങ്ങനെ ഒരു ഹദീസ് എവിടെയാണുള്ളത് എങ്കിൽ ആകാശത്തിന് 7ാം ആകാശം വരെ നിങ്ങൾക്ക് പോകാനുള്ള ലൈസൻസ് ഞാൻ തരാം. 7ാം ഭൂമിന്റെ അടിയിലേക്ക് പോകാനുള്ള സമ്മതം ഞാൻ തരാം. ഒറ്റയ്ക്ക് നിങ്ങൾ പോയിക്കോളി, നമുക്ക് വിരോധമൊന്നുമില്ലല്ലോ, പോയിക്കോളി. എന്നിട്ട് ഇങ്ങനെ നിങ്ങളിപ്പോ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഹദീസ് ഏത് നിങ്ങൾ കൊണ്ടുവന്ന് തരാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ അത് തിരിച്ചറിയാൻ വേണ്ടി ഐക്കല്ല് കെട്ടുന്നതും ക്ലാസ് റൂമിലും മറ്റും പേരിന്റെ കൂടെ നമ്പർ ഐക്കല്ലായി ഉപയോഗിക്കുന്നത് പോലെയാണ് എന്നും ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കുട്ടിമോൻ, അതായത് ബാലചന്ദ്രൻ എന്ന സുഹൃത്ത്, നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വളരെ വ്യക്തമായിട്ടൊന്ന് പറയണം. ഓക്കെ, മൈക്ക് റിലീസ്.
കുട്ടിമോൻ അവിടേക്കാ പോയി? മൈക്ക് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണേ. പോലിട്ട ആളുകൾ ആകാംക്ഷയോട് കൂടി റേഡിയോത്തിലൊക്കെ 4000 ആളുകൾ കേട്ടുകൊണ്ടിരിക്കണ്. കുട്ടിമോൻ KNM റൂമിന്റെ അഡ്മിൻ, അവിടുത്തെ മെയിൻ മൗലവി, എല്ലാമായ കുട്ടിമോൻ മൗലവിയേക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ആ ഹദീസ് കൊണ്ടുവരും. മനസ്സിലായി വണ്ണൊക്കെ ഉണ്ട്, റെക്കോർഡ് വെച്ചോളി. നാലായിരത്തിന്റെ മേല ഇസ്ലാഹി വനിതങ്ങളെ KNM റൂമാ വിചാരിച്ച? ഇവിടെ ആൾക്കാർ കേൾക്കാണ്ട്. ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ റൂമാ. കുട്ടിമോൻ മൈക്കിലേറി ഒന്ന് കൈ പൊക്കിയാൽ അതിന് ശേഷമാണ് സൽമാൻ അസീൽ ഉസ്താദ് റെഡി ആയിട്ടിരിക്കണേ. കാറ്റ് പോയാ റബ്ബേ? അല്ലെങ്കിൽ ഒന്ന് കൈപൊക്കി. കുട്ടിമോൻ നിർവഹിസ്ഥാക്കടല്ലേ? എന്താപ്പത് റേഡിയോക്കാരെ കേട്ടുകൊണ്ടിരിക്കണ? പേരാമ്പറഞ്ഞ മുണ്ടിയില. എത്ര റൗണ്ട് നിർവഹിസ്ഥാനത്തിണ്ടാവുക. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ്. അമീർ സാഹിബേ, അയാളാ പറഞ്ഞ ആ ഹദീസ് നിങ്ങളടുത്ത് റെക്കോർഡ് ഉണ്ടാവും? അത് റെക്കോർഡ് ഉണ്ടാവുമല്ലേ? ഓക്കെ, വെരി ഗുഡ് മാഷാ അല്ലാഹ്. ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ഉണ്ട്. കുട്ടിമോൻ, നിങ്ങൾ KNM ക്ലാസ് റൂമിന്റെ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഓൺലൈൻ റൂമിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അഡ്മിനാണോ ഇദ്ദേഹം അവിടുത്തെ അഡ്മിനാണോ? മാഷാ അല്ലാഹ്, വെരി ഗുഡ്. യാ റബ്ബി. അപ്പൊ ചില്ലറക്കാരനല്ല. KNM ഓൺലൈൻ ക്ലാസ് റൂമിന്റെ അഡ്മിനാണ് ഇദ്ദേഹം. ഓക്കെ. അദ്ദേഹം ഉദ്ധരിച്ച ആ ഹദീസ് അദ്ദേഹം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ആ ഹദീസ് അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹം ആ പറഞ്ഞ അർത്ഥം ഒന്നുകൂടെ ഇവിടെ ക്ലാസ് റൂമിൽ ഒന്ന് വിശദീകരിക്കാനുള്ള അവസരമാണ്. ബഹുമാനപ്പെട്ട നോഫൈസ് ഉസ്താദ് മൈക്കിൽ വന്നോളി. ഉസ്താദിന് വേണ്ടിയിട്ട് ഉസ്താദ് റൈസാൻ ചെയ്തിരുന്നു. ഞാൻ എന്റെ ഇടയിൽ മൈക്കിൽ ചാടിയതാണ്. അതോ ഞാൻ അവിടെ ഹദീസിൽ പേശിയിരിക്കുന്ന പഴയ കാലത്ത് വായിക്കുന്നല്ല. ഇപ്പൊ ഏത് കിതാബ് മുഹദ്ദിമാരടക്കം എന്ത് ചെയ്യും? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടാ. അത് അവിടെ കൊടുത്തിട്ടതാ. അത് 100 ഫൈസിക്കൊക്കെ ഉപയോഗിക്കാറുള്ളതുമാണ്. കിതാബൊക്കെ തിരിച്ചാളാ മൂപ്പര്. മൂപ്പരെ കൊണ്ട് അർത്ഥം ഏൽപ്പിച്ചാളി. മൻ തഅല്ലക തമീമൻ ഫഖദ് അശ്റക. ആ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫുൾ വിവരങ്ങൾ അതാ. ഇന്റെ വക പറയുന്നില്ല. ഹദീസില്ലെങ്കിൽ അപ്പൊ കൊണ്ടുതരാം കേട്ടാ. ഇത് വളരെ വ്യക്തമായിട്ടതാ ഹദീസ് ഞാനവിടെ പേശ് ചെയ്തിട്ട് പഠിച്ചോളി എന്താണ് കൃത്യമായിട്ട്. ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എന്തിനും ഈ ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു? അള്ള പോലെ നമുക്ക് വരമേൽപ്പ്. നിങ്ങൾ ശരിക്ക് ബാലചന്ദ്രൻ തന്നെയാണോ സുഹൃത്തെ? മൻ തഅല്ലക തമീമത്തൻ എന്ന് ആ ഹദീസിൽ എവിടെ ഉള്ളത് ഒന്ന് പറഞ്ഞൊരു സുഹൃത്തെ. മൻ തഅല്ലക തമീമത്തൻ എന്ന് ആ ഹദീസിൽ എവിടെ ഉള്ളത്? അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യും. ഞാനതല്ല ആലോചിക്കണത്. പഴയ മരുന്നല്ല. അപ്പൊ പെട്ടെന്ന് കിട്ടും. ഏതോ ഞാൻ പറയണില്ല. ഏതോ ഒരു പുല ഇയാൾക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അത് അങ്ങനെ തന്നെ നീക്കണം പേസ്റ്റ് ചെയ്ത് വിട്ടതാണേ. സുഹൃത്തെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടെ. മൻ തഅല്ലക തമീമത്തൻ എന്നാണ് നിങ്ങൾ ഇവിടെ വായിച്ചത്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതല്ലാത്തൊരു വാചകങ്ങൾ ഉച്ചരിക്കണവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലാത്ത ഒരു വാചകമാണ് നിങ്ങൾ ഉച്ചരിച്ചത്. മൻ തഅല്ലക തമീമത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ്. മൻ തഅല്ലക തമീ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുട്ടിമോൻ ഉസ്താദെ, ബഹുമാനപ്പെട്ട കുട്ടിമോൻ ഉസ്താദ്, നിങ്ങൾ തന്നെ വായിച്ചിട്ടേ നിങ്ങൾ ആ ഹദീസിന് നിങ്ങളെ പറഞ്ഞ അർത്ഥം പറഞ്ഞാൽ മതി. നിങ്ങളുടെ കിതാബിൽ പേസ്റ്റ് ചെയ്തുകൊണ്ടോ ഈ ഗൂഗിളിൽ പേസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ശരി, നിങ്ങൾ ആ പേസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിന്റെ ആദ്യം മുതൽ അവസാനം ഇവരേക്കും വായിക്കുക. എന്നിട്ട് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഇങ്ങനെ ഈ അർത്ഥം വെക്കുകയും ചെയ്യുക. ഈ അർത്ഥം വെക്കുക ഏത്? തിരിച്ചറിയാൻ വേണ്ടി ആരെങ്കിലും
മൈക്കല് കിട്ടിയാൽ ഫഖദ് അശ്റക അല്ലേ? മൻ തഅല്ലഖ തമീമത്തൻ, എന്താ ബഹുമാനപ്പെട്ട കുട്ടിമോസ്താദിന്റെ അർത്ഥം എന്താണ്? മൻ തഅല്ലഖ തമീമത്തൻ, ആരെങ്കിലും മൈക്കല് കെട്ടി എന്തിനു വേണ്ടിയിട്ട്? തിരിച്ചറിയാൻ വേണ്ടി അല്ലേ? തിരിച്ചറിയാൻ വേണ്ടി ആരെങ്കിലും മൈക്കല് കിട്ടിയാൽ ഫഖദ് അശ്റക. നിങ്ങൾ അതിൽ നിന്ന് ആരാ അങ്ങനെ ആ ഹദീസിന് ആരാണ് അർത്ഥം കൊടുത്തത് ഒന്ന് പറഞ്ഞാണി കുട്ടിമോൻസ്താദെ? ആരാണ് ആ ഹദീസിന് അങ്ങനെ അർത്ഥം കൊടുത്തത്? തിരിച്ചറിയാൻ വേണ്ടി. സലമാൻ ആസരി 756 തിരിച്ചറിയാൻ വേണ്ടി കൊടുത്തു. അതിന് തെളിവായിട്ടുള്ള, അതിനെതിരെ തെളിവായിട്ട് മൂപ്പർ കൊണ്ടുവന്നതാണിത്. അപ്പൊ ആരെയും തിരിച്ചറിയാൻ വേണ്ടി പിന്നെ ഐക്കല് കെട്ടിയാൽ ഓ മുശ്രിക്കായി ഫഖദ് അശ്റക എന്ന് ആരാണ് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചത് എന്ന് നിങ്ങൾ ആ പേസ്റ്റ് ചെയ്തതിന്റെ ആദ്യം മുതൽ അവസാനം വരേക്കും നിങ്ങളൊന്ന് വായിച്ചിട്ട് അർത്ഥം വെക്കണം എന്ന് ബഹുമാനപ്പെട്ട കുട്ടിമോനോട് വളരെ സ്നേഹത്തോടു കൂടി ആവശ്യപ്പെട്ടാണ്. അസ്സലാമു അലൈക്കും. നൂറ് പൈസ അതിൽ ഒരുപാട് രസങ്ങളുണ്ട്. അതായത് ഇയാൾ ഒന്നാമത് പറഞ്ഞ മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക്കാനാണ്. മൻ തഅല്ലഖ, എന്നിട്ട് മാത്രമല്ല ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തെന്നാ പറഞ്ഞത് മുസ്നദിലെ. മനസ്സിലായോ? ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത്. മുസ്നദിൽ ഇമാം അഹ്മദ് തങ്ങൾ മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറഞ്ഞൊരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സകല വഹാബികളെയും ഞങ്ങൾ ആണത്തത്തോടുകൂടെ വെല്ലുവിളിക്കുകയാണ്. മുസ്നദിൽ അങ്ങനെ ഒരു ഹദീസ് കൊണ്ടുവരാൻ ആണായി പറന്ന വഹാബികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ കൊണ്ടുവാ. മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന ഹദീസ് മുസ്നദിൽ ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിച്ചു എന്നാണ് ഇയാൾ പറഞ്ഞത്. കൊണ്ടുവരണം നിങ്ങൾ. മൈക്ക് റിലീസ്. വായിച്ച് അർത്ഥം വെച്ചൊഴിച്ച മൂലരെ അതല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാനോ? ഇത്രയും ശ്രോതാക്കൾ കേൾക്കുന്നില്ലേ? 246 ആള്, 240 ആളുകൾ കേൾക്കുന്നില്ലേ? ഞാൻ അവിടെ ഹദീസ് പേസ്റ്റ് ചെയ്തിരിക്കുന്നതാ. മന്നല്ലക തമീമത്തൻ ഫഖദ് അശ്റകാന്ന്. അങ്ങനെ ഹദീസ് ഇല്ലേ? ഇല്ലെങ്കിൽ അത് പറയൂ. എപ്പോഴും അല്ലക്കയായി അമീർ സാഹിബ് അത് റെക്കോർഡ് ചെയ്തിട്ടില്ലേ? എപ്പോഴും മൻ അല്ലക്കയായി. ആര് പറഞ്ഞു നിങ്ങൾ മൻ അല്ലക്ക തമീമത്തെന്നാ പറഞ്ഞത്? ആരെ അങ്ങനെ പറഞ്ഞു നിങ്ങൾ? മൻ അല്ലക്ക തമീമത്തെന്നാ പറഞ്ഞത്? നിങ്ങൾ മൻ തഅല്ലഖ തമീമത്തെന്നാ കുട്ടി മൂന്ന് നിങ്ങൾ പറഞ്ഞു. ബാലചന്ദ്രൻ റെക്കോർഡ് കേൾക്കണോ? അത് ശരി. ഞങ്ങള് ഒന്നും കാണാതെ നിങ്ങളെ പിന്നെ മൂക്കേറിട്ട് പിടിച്ചു വിചാരിച്ചത് മൻ തഅല്ലഖ തമീമത്തൻ സൂത്തുനെ പറഞ്ഞു കേൾക്കണില്ലേ? മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റകാന സുഹൃത്തേനി വായിച്ചത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ഇമാം അഹ്മദ് തങ്ങൾ പറഞ്ഞു എന്നാണ് ഈ പറഞ്ഞത്. വഹാബിയത്ത് കളിക്കുമ്പോഴേ ദീന് വിട്ട് കളിക്കരുത്. അതിന് ഞങ്ങൾ സമ്മതിക്കൂല. അതിനെ കേരളത്തിൽ അവസ്ഥ ഉണ്ടാക്കിയത് നിങ്ങളൊക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. അതിനെ ഞങ്ങളിവിടെ പിടിച്ചത് കൊരലിലേക്ക് പിടിച്ചേ. മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് കുട്ടി മൂൺ എന്ന ബാലചന്ദ്രൻ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്ത് പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ വെല്ലുവിളിച്ചത് കൊണ്ടുപോകാൻ ഹദീസ്. എന്നിട്ട് ഇപ്പൊ വായിച്ചപ്പോ മൻ അല്ലക്ക ആയത് എങ്ങനെ മൻ അല്ലക്കയായി? അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത്? ഇനി ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന ഹദീസ് കൊണ്ടുവന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പിൻവലിച്ചോ? അല്ല, ആ വാദത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യണം. മുസ്നദിനെ ഭാഗത്ത് പേസ്റ്റ് ചെയ്യണം. അഹ്മദ് തങ്ങൾ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് മൻ തഅല്ലഖ തമീമത്തൻ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇത് രണ്ടും കൂടെ വിഷയമാണ്. അത് രണ്ടും കൂടെ പേസ്റ്റ് ചെയ്ത് തെളിയിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ പിൻവലിക്കണം. മൈക്ക് റിലീസ്. ഇപ്പൊ വീട് ഓടിച്ചിട്ട് വീട് കാണിച്ചേ എന്തിനാണ് മനസ്സിലാതെ? വീട് അവിടെ കണ്ടിട്ട് വെച്ചിട്ട് ബെരസാണ് ചെയ്യുന്നത്. ബെർച്ചി കൂട്ടുക. ഇപ്പൊ തനിച്ച വഹാബിയത്ത് കളിക്കുകയാണ്. നിങ്ങൾ വിറക്കണ്ട ബാലചന്ദ്രൻ, നിങ്ങൾ വിറക്കണ്ട. നിങ്ങൾ വിറക്കാതെ നല്ല ശൈലിയിൽ നിങ്ങൾ ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക. പേരിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നമ്പറുകൾ ചേർക്കരുത്. അത് ശിർക്കാണ്. അതിന്റെ തെളിവെന്താ? മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് ഇമാം അഹ്മദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറന്നോ കുട്ടി മൂൺ? അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനൊരു ഹദീസ്
ആകാശത്തിന്റെ 7ാം ആകാശത്തിന്റെ മുകളിന്ന് ആ 7ാം ഭൂമിന്റെ തടിന്ന് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരാം. മുസ്നദിൽ ഇമാം അഹ്മദ് തങ്ങൾ മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക എന്നൊരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കണം നിങ്ങളത് എന്നാ പറഞ്ഞത്. തെളിഞ്ഞപ്പോ ഇപ്പൊ രണ്ടാമത് വായിച്ചപ്പോ മൻ തഅല്ലക തമീമത്തൻ ഇപ്പൊ മൻ അല്ലക തമീമത്തെന്നായി. നിങ്ങൾ തിരുത്തിയതാണോ നിങ്ങൾക്ക് പേച്ചതാണോ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നുകിൽ മുസ്നദിൽ അഹ്മദ് തങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാം, അത് പിൻവലിക്കുക. അതല്ല എങ്കിൽ മുസ്നദിൽ അഹ്മദ് തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്ദാ എന്ന് പറഞ്ഞിട്ട് ആ ഇബാറത്തോടെ ടെസ്റ്റ് ചെയ്യും. ഏത് മൻ തഅല്ലക, സുഹൃത്തെ ഇവിടെ മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക്കാണ്. നിങ്ങൾ അങ്ങനെ ഇവിടെ പറഞ്ഞു പൊട്ടത്തരം പറയല്ലേ, തിരാണ്ട് പിടിച്ചൊരു മനുഷ്യനെ. മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക്കാനാണോ നിങ്ങളോട് പറഞ്ഞത്? മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക്കാനല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ ഈ പേസ്റ്റ് ചെയ്തത് മുസ്നദിന്റെ ഇബാറത്താണോ? എസ് അൽഷാനി, നിങ്ങൾ ഈ പേസ്റ്റ് ചെയ്തത് മുസ്നദിന്റെ ഇബാറത്താണോ? അത് ഇബാറത്ത് തന്നവനോട് ചോദിക്കാൻ കാത്തിക്കാരല്ലേ? മുസ്ലിമിന്റെ ഇബാറത്തും അല്ല, അത് മുസ്ലിമിന്റെ ഇബാറത്തല്ല. അത്രേ സുഹൃത്തെ, നിങ്ങൾ ഏതെങ്കിലും ലോകത്തുള്ള ഏതെങ്കിലും അറബിക്കാരനോടത്തുനിന്നൊക്കെ കുറെ അറബി ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ പ്രസംഗത്തിനായത്തോതും പോലെ അതല്ലല്ലോ നമുക്ക് കിട്ടേണ്ടത്. അഹ്മദ് തങ്ങൾ മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം അഹ്മദ് തങ്ങളുടെ മേൽ പച്ച നുണ KNM ഓൺലൈൻ ക്ലാസ് റൂമിന്റെ മുഫ്തിയും അഡ്മിനുമായ കുട്ടിമൂൺ എന്ന് പറയുന്ന ബാലചന്ദ്രൻ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്ത് ഇവിടെ വിളമ്പി. നമ്മൾ വിടുവോ? കള്ളന്മാരെ പിടിച്ചു കെട്ടലിന്റെ നമ്മളെ പണി. കയ്യോടെ പിടികൂടി അത് തെളിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറെ അറബി വേണം പേച്ചതുകൊണ്ട് ഉരുള എന്നിട്ട് കാര്യമുണ്ടോ? മൈക്കിൽ വാ, എന്നിട്ട് പറ ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ അങ്ങനെ പറഞ്ഞോ? മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക്കാണ്. മൈക്ക് റിലീസ്. കുട്ടിമൂൺ എന്ന് പറയും. BP കൂടാനും പ്രഷർ കയറാനും വറക്കാനൊന്നും നിൽക്കണ്ട, വിഷയം പറയാം. പേടി ദൈനംദിന സമയം വെച്ച് നമ്മൾ സംസാരിക്കുക, അതല്ല ആൺകുട്ടികളെ ചെയ്യേണ്ടത്. മൈക്കാർ പിടിച്ചു വാങ്ങല്ലേ. സാധാരണക്കാർ പഠിക്കട്ടെ, ഐക്കലിന് കെട്ടിയാൽ ആ ചെയ്യുന്ന പണി ശിർക്കാണെന്ന് പഠിക്കട്ടെ. തിരിച്ചറിയാൻ വേണ്ടിയത് നിങ്ങൾ വ്യക്തിത്വക്കാണ്. ആഗ്ര സഫലീകരണം പൂർത്തിയാവാന് പല ആളുകളും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇവിടെ പറഞ്ഞു, ഉസ്താദിനോട് ഫസ്റ്റിലെ അവിടെ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ എന്താ പറഞ്ഞത്? അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പല ആളുകൾ ഇയാളെന്താ കുറത്തിയാൾ വർത്താനം പറയണം? അതല്ലല്ലോ ഇവിടെ വെട്ടുണ്ട്. ആഗ്ര സാഫല്യീകരണം, തട്ട് മുട്ട് ഒടി മാരണം, കട്ടി കുട്ടിച്ചാട്ടം, കണ്ണേറ് കൽവേറ് നാക്കേറ് ഏറ്റത് ഏൽപ്പിച്ചിട്ട് വന്നത് സീറ്, ഇതൊന്നും അല്ലല്ലോ ഇവിടെ പറയേണ്ടേ. അതിന് ഞങ്ങളോട് വിളിച്ച് സുഹൃത്തുക്കൾ പറയേണ്ടത് എന്താ? ഇമാം അഹ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറഞ്ഞു എന്നാണ് കുട്ടിമൂൺ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ഒന്ന് അസടിച്ചാണി, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലേ? കുട്ടിമൂൺ അങ്ങനെയല്ലേ പറഞ്ഞത്? ഞങ്ങൾ റെക്കോർഡ് കേൾപ്പിക്കണം. കുട്ടിമൂൺ മ്യൂട്ടാക്കി വെച്ചേക്ക. മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക എന്ന് അഹ്മദ് തങ്ങൾ മുസ്നദിൽ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇയാളെന്തെങ്ങനെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ മുള്ളിയമാരി കുയിന്താട്ടിക്കണ്? മൂല്യരെ മൗലവി ഞങ്ങളോട് ചോദിക്കണം, നിങ്ങൾ കേൾക്കണില്ലേ? മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക എന്ന് ഇമാം അഹ്മദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇയാൾ എന്താ ഈ ചോദിക്കണേ മറുപടി അറിയാത്തത്? അറബി അയാൾക്കാരെനിക്ക് ഞാൻ പറഞ്ഞ മലയാളമായിട്ട് തിരിയണ്ടേ? അയാളൊന്ന് പറയണ്ടേ? ഇസ്ലാഹി വൺ എന്താ ഈ ആദ്യ ആൾക്കാരാ ഇസ്ലാഹി വൺ നിങ്ങളെ ക്ലാസ് റൂമിലെ അഡ്മിന്മാര്? ഇസ്ലാഹി വൺ ഈ ആദ്യ ആൾക്കാരാണോ നിങ്ങളെ ക്ലാസ് റൂമിലെ അഡ്മിന്മാര്? ഇപ്പൊ ഇസ്ലാഹി വണ്ണ് മ്യൂട്ടാക്കിയോ? എന്താ ചെയ്യാ? അല്ലെങ്കിൽ അനങ്ങിയ ടെസ്റ്റ് അടിക്കണ ആളാ, അപ്പൊ മുമ്പ് ഉണ്ടാട്ടല്ല.
ഇസ്രാഹി വന്നു, മൈക്ക് കൊടുത്തിട്ട് ഇയാളുടെ പിന്നെ സീറ് മാരണം കുട്ടിച്ചാറ കണ്ണേറ് കൽബുകാരോടൊക്കെയല്ലേ. അതല്ലേ നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യതാണ് മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക എന്ന് ഇമാം അഹ്മദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ സുഹൃത്ത് പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ കുട്ടിമോൻ നിങ്ങൾ പറഞ്ഞത്? അയാൾ അവിടുന്ന് ഒന്ന് എസ് അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നോ അടിച്ചിട്ടുണ്ടേ. എടങ്ങേറായിക്കില്ലേ? എടങ്ങേറായിപ്പോയില്ലേ? ഇത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമാണ്. കയറി വരുമ്പോ ആലോചിക്കണം. മൈക്ക് കൊടുക്കും ബായ് എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ മൈക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അയാൾക്ക് തന്നെ മൈക്ക്. ഇവിടെ ഞാനും അയാൾ മാത്രമേ ഉള്ളൂ. അയാളല്ലേ റൈസാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു മനുഷ്യരോട് റൈസാൻ ചെയ്തിട്ടില്ല. ഹദീസ് വായിച്ചോളൂ എന്നാ മൂപ്പര് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊന്നും ആ പാവം കേൾക്കണില്ല കേട്ടോ. ഹദീസ് ഇവിടെ മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക്കാന്ന് ഞാനും കണ്ടു. അതിനെന്താ പ്രശ്നം? മൻ അല്ലക തമീമത്തൻ അല്ലല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക്കാന്നല്ല പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത ഇബാറത്ത് ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിലുള്ള ഇബാറത്തും അല്ല. നിങ്ങൾ പറഞ്ഞെന്താ ഉമ്മറാജിന്റെ അണ്ടി എന്ന് പറയുമ്പോൾ പോക്കരാജിന്റെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ വരിക. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഉമ്മറാജിന്റെ അണ്ടിത്തോട്ടം കുറച്ച് അണ്ടിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു ഒരുത്തനോട്. ഇസ്രായി വണ്ണം കുട്ടിമൂന്നും ഓടിപ്പോയിട്ട് ഉമ്മറാജിന്റെ പിന്നെ സ്കോർപ്പിയോ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സുഹൃത്തെ, ഞങ്ങളുടെ അണ്ടിത്തോട്ടത്തിന് അണ്ടി കൊണ്ടുവരാനാ പറഞ്ഞത്. വണ്ടി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. സുഹൃത്തെ, അണ്ടിത്തോട്ടത്തിന് അണ്ടി കൊണ്ടുപോകാൻ അണ്ടി കൊണ്ടുള്ള ഉപകാരം വണ്ടി കൊണ്ട് പറ്റൂലല്ലോ. വണ്ടി കൊണ്ടുവരാനല്ലേ പറഞ്ഞു. വണ്ടി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇതാ മറുപടി. ഇതൊക്കെ സംവാദം, ഇതൊക്കെ നിങ്ങൾ ഈ ആദർശ ചർച്ച എന്നൊക്കെ പറഞ്ഞു നടത്തുന്നത്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും അറബി പേസ്റ്റ് ചെയ്യല്ല വേണ്ടത്. ഇവിടെ ഞങ്ങൾക്ക് കിട്ടേണ്ടെന്ന് അറിയോ? ഈ കുട്ടിമൂൻ എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞു മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക എന്ന് ഇമാം അഹ്മദ് തങ്ങൾ പറഞ്ഞത്. എന്തേലും ഇതിനൊക്കെ പിടിച്ചിട്ടങ്ങള് ഇപ്പൊ മൂപ്പര് പറക്കുക അഹ്മദ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ മൂപ്പര് പേസ്റ്റ് ചെയ്ത ഇബാറത്ത് രണ്ട് പ്രശ്നം. ഒന്ന്, മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റകാന്ന് ആണ് മൂപ്പരുടെ ഹദീസാന്ന് പറഞ്ഞു വന്നിരുന്നത്. പേസ്റ്റ് ചെയ്തത് മൂപ്പർക്ക് തെളിവായിട്ട് മൂപ്പര് പേസ്റ്റ് ചെയ്തോ മൻ അല്ലക തമീമത്തൻ എന്നാണ്. അതെന്നെ തഅല്ലക്കല്ല, മൻ അല്ലക. ഒരു പ്രശ്നം അവിടെ. രണ്ടാമത്തെ പ്രശ്നം, ഇയാൾ ഇവിടെ പേസ്റ്റ് ചെയ്തത് ഇമാം അഹ്മദ് തങ്ങളുടെ ഇബാറത്തുമല്ല. അപ്പൊ ഒരു ബന്ധമല്ല. അപ്പൊ ഞാനീ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ ഇവര് വണ്ടി കൊണ്ടുവന്ന് നിൽക്കാണ്. ഓക്കെ, നിങ്ങൾ മൈക്കിലൊന്നും കൂടി വരി. എന്നിട്ട് നിങ്ങൾ പിന്നെ ഒരു കോലത്തിൽ വരുന്നില്ല, നിങ്ങൾ പറഞ്ഞ റെക്കോർഡമാണ് കേൾപ്പിച്ചരാ. മൈക്കിലല്ലേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്. മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് മുസ്നദിൽ ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞതല്ലേ? നിങ്ങൾ ഇപ്പൊ സമ്മതിക്കണ്ട. ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിൽ മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറയുന്ന ഒരു ഹദീസ് ഇല്ല എന്ന കാര്യം ഇപ്പൊ നിങ്ങൾ സമ്മതിക്കണ്ട കുട്ടിമോനെ. ഈ കാര്യം വേഗം ഇങ്ങോട്ട് ഒന്ന് ഒരു വഴിയിലാവാൻ പറയാണ് ഞാൻ അതിന്റെ ഇടയിൽ ഇടപെടുകയാണ്. മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറയുന്ന ഹദീസ് ഇമാം മുസ്നദ് അഹ്മദ് തങ്ങളുടെ മുസ്നദിൽ ഇല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോന്ന്? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹദീസ് മുസ്നദിൽ കാണിച്ചു തരണം. നിങ്ങൾ സമ്മതിക്കൂലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ നിങ്ങളെ മുസ്നദി കാണിച്ചു തരുന്ന ഹദീസ്, അല്ലാതെ വെറുതെ അങ്ങനെ സമയം കളയാൻ പറ്റില്ല. മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറയുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിൽ നിങ്ങൾ കാണിച്ചു തരണം. അതേ നിങ്ങൾ പറയാം അത് ഞാൻ എന്റെ പറ്റി പോയതാണ്, മുസ്ലിം ഉള്ളതല്ല അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈക്കെടുത്തോളി. ഈ നൂർഫേഷ്യന്റാണ് എപ്പോഴും ഈ ഇഫ്രീത്ത് വരുന്നമാതിരി വരുന്നത്. എല്ലാ ആൾക്കാർക്കും ഡോട്ടിട്ടിട്ട് നൂർഫേഷ്യ പറഞ്ഞ് സിംഗിളായിട്ട് ഡോട്ടിടാൻ പഠിക്കും. വേറെ കാലം റൂമിലിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ സൽമാൻ അക്സർ ഞാനെടുക്കുന്നതേ വേറെ മൈക്ക് എനിക്ക് കിട്ടാത്തതിന്റെ പേരല്ല. എന്റെ നെറ്റ് സ്ലോ കൊണ്ടോ അല്ലാതെ എനിക്ക് മൈക്ക് കിട്ടൂല.
അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ആർക്കും നഷ്ടമൊന്നുമില്ല. എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഒഴിവാക്കും ചെയ്യുമല്ലോ. അതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് എന്നെ ബഹുമാനപ്പെട്ട ഇസ്ലാഹി അല്ല ഇപ്പൊ എടുക്കുക, മൈക്ക് ഇപ്പൊ കുട്ടിമോൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന ഹദീസ് ഇല്ല, ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ ഉണ്ടിയത് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ഒരു നാവ് കഴിവ് കൊണ്ട് സംഭവിച്ചതാണെന്നോ ഏതെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിന് പിന്മാറുക. എന്നിട്ട് നമുക്ക് അത് ഞാൻ ഈ വിഷയം പറഞ്ഞ് നമുക്ക് വേഗം മറ്റേ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് വേഗം നിങ്ങൾ മൈക്കെടുത്ത് ആ കാര്യം പോരാ കുട്ടിമോന് ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, കമർ സുഹറയായിരിക്കുന്ന ഞാൻ പറയുന്നു, ഇവിടെ ഐക്കല്യ കെട്ടൽ ശിർക്കാണ് എന്ന് തെളിയിക്കലാണ് നമ്മുടെ കടമ. അത് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. അതിനെന്ത് ചെയ്തു, മൻ അല്ലക്ക തമീമൻ ഫഖദ് അശ്റക എന്നുള്ള ഹദീസ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമുക്ക് കാര്യം മനസ്സിലാവല്ലേ വേണ്ടത്. ഇവിടെ ഐക്കല്യ കെട്ടൽ ശിർക്കാകുന്നു. എന്തിനാണ് ഐക്കല്യ കെട്ടുന്നത്? ആഗ്രഹ സഫലീകരണം പൂർത്തിയാകുവാൻ. ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും ശരി, മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന ഹദീസ് മുസ്നദിൽ ഇല്ല അല്ലേ കുട്ടിമോനെ? അല്ലേ? ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിൽ മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന ഹദീസിൽ ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ടെക്സ്റ്റിനോട് സഹകരിക്കുന്നത് അങ്ങനത്തെ ഹദീസ് മുസ്നദിലുണ്ടാ? മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറയുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ട കുട്ടി മോനെ ഉണ്ടാ? ഉണ്ടെങ്കിൽ ഒരു എസ് അടിക്കുക, അല്ലെങ്കിൽ ഇല്ല ഒരു നോ അടിച്ചാൽ മതി. നമുക്ക് ആ വിഷയം കഴിഞ്ഞ് നമുക്ക് വേറെ വിഷയത്തിലേക്ക് പോവേ. അങ്ങനത്തെ ഹദീസ് അഹ്മദിന്റെ മുസ്നദിലുണ്ടാ? എന്താ ഇതൊക്കെ എന്തല്ലേ കാര്യം മനസ്സിലായിട്ടും വാശിയാണല്ലോ അല്ലേ? കാര്യം സഖീർ മുപ്പര ബുദ്ധിത്തര മുമ്പർക്ക് മനസ്സിലാക്കുന്നത്. ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്ലിമിൽ അങ്ങനെ ഹദീസ് ഇല്ല എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. പക്ഷെ മുമ്പർക്ക് സമ്മതിക്കാൻ പ്രയാസമാണ്. ഒരു എസ് അടിക്കാനോ ലോ അടിക്കാനോ മുമ്പർക്ക് പ്രയാസമാണ്. ഒരിക്കൽ കൂടി ചോദിക്കാണ്, മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറയുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിൽ ഉണ്ടോന്ന്? ഉണ്ടോ കുട്ടിമാൻ? ഇനിയിപ്പോ മുമ്പ് വേറൊന്നും വായിച്ചില്ല. ഇപ്പൊ അത് തെറ്റാണ്ടാ. അപ്പൊ നമ്മളിപ്പോ അവിടെ പിടികൂടുന്നില്ല അല്ലേ? ഇപ്പൊ ഒന്ന് പറഞ്ഞല്ലോ അല്ലേ? ഇപ്പൊ ഞാനിപ്പോ മൈക്കെടുക്കാൻ തൊട്ട് മുമ്പൊന്ന് പറഞ്ഞു അത് അതവിടെ നിൽക്കട്ടെ. ഇതത് കയ്യേറ്റിട്ടാണ്. അപ്പൊ എന്താണ് കുട്ടിമോൻ നിങ്ങളെ ഇത് സമസ്തകാല ഇസ്ലാമിക് ക്ലാസ് റൂം അല്ലേ? അപ്പൊ അതിന്റെ മൈക്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോ കുറേയൊക്കെ ചിന്തിക്കേണ്ടതല്ലേ? ഏതായാലും ഞാൻ മൂപ്പർക്ക് വേണ്ടി പറയാണ്, കുട്ടിമോൻ നിങ്ങൾ ആ പറഞ്ഞ തെറ്റാണ്. ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിൽ അങ്ങനെ ഹദീസ് ഇല്ല. മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറയുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് തങ്ങളുടെ ഹദീസിൽ മുസ്നദിൽ ഇല്ല. ഉണ്ട് എന്ന് നിങ്ങൾ കരുതിക്കുട്ടി കളവ് പറഞ്ഞതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് നിങ്ങളുടെ അടുക്കൽ സംഭവിച്ചു പോയ പിഴവാണ്. നിങ്ങൾ നാക്കുപാവ് സംഭവിച്ചതായിരിക്കാം അല്ലേ? അങ്ങനെ ആയിരിക്കാം. ഇനിയിപ്പോ വേണ്ടത് അതല്ല. ഇനിയിപ്പോ ഏതായാലും ശരി, അങ്ങനത്തെ ആ ഹദീസ് നിങ്ങളവിടെ പേസ്റ്റ് ചെയ്തല്ലോ. ആ പേസ്റ്റ് ചെയ്തതിന്റെ ആദ്യം മുതൽ അവസാനം വരെയൊക്കെ നിങ്ങളൊന്ന് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? തിരിച്ചറിയാൻ വേണ്ടി ഐക്കൽ കെട്ടിയാൽ മുശ്രിക്കായി എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം എന്ന് ബഹുമാനപ്പെട്ട ഇമാം നിങ്ങൾ പറഞ്ഞത് കണ്ടായിരിക്കും. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവല്ലേ? ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച ഇമാമിങ്ങളിൽ ആരെങ്കിലും തിരിച്ചറിയാൻ വേണ്ടി ഐക്കൽ കെട്ടിയാൽ അവൻ മുശ്രിക്കായി എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ അതൊന്ന് വായിക്കുക. അപ്പൊ ഇനിയിപ്പോ ആ വിഷയത്തെ നമ്മൾ ഒഴിവാവില്ലല്ലേ? സൽമാൻ ശരി മുസ്നദിലുണ്ട് എന്നുള്ള മൂപ്പര് പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കാൻ മൂപ്പരല്ലേ? സൽമാൻ അല്ലേ? അങ്ങനല്ലേ? ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിൽ ആ ഹദീസ് ഉണ്ട് എന്ന് മൂപ്പര് പറഞ്ഞത് മൂപ്പര് ഒഴിവാക്കിക്കൂടെ? സൽമാൻ ശരി ഇവിടെ ഇല്ലേ? മൂപ്പര് തിരുത്തൂല. അത് ശരി, തിരുത്തൂല്ലോ. അത് ശരി, തിരുത്തണെങ്കിൽ തഖ്വയാണ്. മറ്റൊരു വിഷയം തഖ്വ എന്ന് പറഞ്ഞ വിഷയമുണ്ട്. ഒരു കാര്യം പിഴവാണ് തോന്നിയല്ല, എന്റെ അടുക്ക് പറ്റിപ്പോയ പിഴവാണ്. ഞാൻ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. ഞാൻ ഇന്ന കിതാബിലാണ് കണ്ട, പക്ഷെ ഇന്ന കിതാബിലാണ് ഇന്റേതാണ് വാക്ക് മാറിപ്പോയതാണ് എന്നൊക്കെ പറയുന്നത് കുറച്ച് തത്വമാണ്. ഇതല്ല കാര്യം ബോധ്യപ്പെട്ടാലും മുണ്ടൂല. പിന്നെ അത് പറയില്ല. അത് പിന്നെ അതുപോലെ അവരുടെ അടുക്കൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മൂപ്പർക്ക് വേണ്ടി ഞാനത് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റേ വിഷയത്തിലേക്ക് ഇനിയിപ്പോ ആ ഹദീസ് മൂപ്പരുടെ പേസ്റ്റ് ചെയ്തല്ലോ. ആ പേസ്റ്റ് ചെയ്ത ആ ഇബാറത്തുകൾ മൂപ്പർ ആദ്യം മുതൽ അവസാനം വരേക്ക് വായിക്കുക.
എന്നിട്ട് എന്ത് ചെയ്യാ, ഇന്ന ഇമാം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ഐക്കൽ കെട്ടിയാൽ മുശ്രിക്കായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതുപോലെ സൽമാൻ 756 എഴുതിയത് മൂപ്പരെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുപോലെ തിരിച്ചറിയാൻ വേണ്ടി ഐക്കൽ കെട്ടിയാൽ മുശ്രിക്കായിരിക്കുന്നു എന്ന് ഏത് ഇമാമ പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞാൽ കിട്ടും. മൈക്കിൽ തുടങ്ങി സൽമാൻ തന്നെ മൈക്കിൽ കയറി. ഇനിയിപ്പോ വേണമെങ്കിലേ ഈ കുട്ടിമോനെ സഹായിക്കാൻ ഇസ്ലാഹി ബണ്ണിന് വേണമെങ്കിൽ അല്ലേ, പിന്നെ ഇതൊന്നുമില്ല കൊലിങ്കുന്നും അല്ല ഇതൊന്നുമില്ല സൂറത്തിൽ മിന്ദൂനില്ലാറില്ലേ, ും മിന്ദൂനില്ലാന്ന്. അതുകൊണ്ട് ഈ ഹദീസ് അത് മൻ അശ്റക അല്ല മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന ഈ ഹദീസ് ഇമാം മുസ്നദിൽ അഹ്മദിന്റെ മുസ്നദിൽ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അല്ലാത്ത എല്ലാ സഹായികളെയും വേണ്ടി കൂട്ടുപിടിക്കും ചെയ്യല്ലേ. ഇസ്ലാഹി പണ്ണ് മാത്രമല്ല, ഇനി വേറെ ഏത് സഹായികളെ വേണമെങ്കിൽ കൂട്ടുപിടിക്കും ചെയ്യാം. ഏതായാലും ശരി, കുട്ടിമോൻ എനിക്കുന്നോളി. ഏതായാലും 756 കൊണ്ട് വേജ ഹദീസ് വായിക്കുന്ന മൗലിമാരെ പിടികൂടാൻ പറ്റുന്നത് മനസ്സിലായി കുട്ടിമോന്റെ പേര്. ഏതായാലും 756 കൊണ്ടിട്ട് എന്ത് ഉപകാരം കിട്ടി? ഐക്കല്ല് കെട്ടല് ശിർക്കാണെന്ന് ഈ റൂമിൽ നമുക്ക് പറയാനുള്ളൊരു അവസരം കിട്ടി. അൽഹംദുലില്ലാ, അതിന് എന്റെയും ആവശ്യം. ഇപ്പൊ ഈ 756 കുറെ ഗുണം കിട്ടിയിട്ടുണ്ടല്ലേ. വലിയ മുഫ്തികളായി ഞാൻ ഭയങ്കര അഡ്മിനാണ്, ഞാൻ KNM ഓൺലൈൻ ക്ലാസ് റൂമിന്റെ അഡ്മിനാണ് എന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്ന കുറെ ആൾക്കാർ ഉള്ളിലൊന്നും ഇല്ലാന്ന് മനസ്സിലായി. ഇവിടെ ഇടക്കിടക്ക് ചാടിക്കേറി വരുന്ന ആളാണ് ഇസ്ലാഹി വൺ. ഇസ്ലാഹി വണ്ണ് ഈ വിഷയത്തിൽ നിസ്സഹായനാണ്. ഇസ്ലാഹി വണ്ണിന്റെ കയ്യിലൊന്നും ഒരു മുതലും ഇല്ല എന്ന് മനസ്സിലായി. എന്താ കാരണം? 756 കാരണം. ഇനി വഹാബികൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പച്ച നുണ പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് എന്ന് മനസ്സിലായി. എന്തുകൊണ്ട് മനസ്സിലായി? 756 കൊണ്ട് മനസ്സിലായി. ഇനി മഹാന്മാരായ ഇമാമിങ്ങളെ കുറിച്ച് പച്ച നുണ ഇവർക്ക് ഒരു മടിയില്ലാതെ വിളിച്ചു പറയും എന്ന് ഇവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? 756 കൊണ്ട് മനസ്സിലാക്കാൻ പറ്റി. എന്തെല്ലാം ഗുണമാണ് 756 കൊണ്ട് കിട്ടിയത്. സുബ്ഹാന ജല്ല ജലാലു. സത്യത്തിൽ ഇനി ഇസ്ലാഹി വണ്ണിന് ആ ദൗത്യം ഏറ്റെടുക്കാവുന്നതാണ്. മാത്രമല്ല ഫദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹു അല്ലാതെ വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, നിങ്ങളുടെ സകല ആളുകളെയും നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരാം. മുസ്നദിൽ ഇമാം അഹ്മദ് തങ്ങൾ മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറഞ്ഞു എന്ന് തെളിയിക്കാൻ കഴിയില്ല. നോണ പറയും ഇമാമിങ്ങളെ കുറിച്ച്. എന്നിട്ട് വലിയ സുന്നത്യമായത്തിന്റെ ആൾക്കാർ ഞങ്ങളാണ്, തൗഹീദിന്റെ ആൾക്കാർ ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നോണയും പറഞ്ഞു നടക്കുക, കൗമിനെ പറ്റിക്കാൻ. അതാണ് പൊളിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. എന്തേ? ഈ ഒരൊറ്റ 756. ഇപ്പൊ 756 കൊണ്ട് ഗുണമുണ്ടെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അസ്സലാമു അലൈക്കും. നൂർ ഫൈസ് ഉസ്താദെ, ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ എനിക്കൊന്ന് പുറത്തു പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ ഒരുങ്ങിയതാണ്. പിന്നെ കുട്ടി മൂന്ന് ഇവിടെ ഉണ്ട് വന്ന് അവിടെ കണ്ടപ്പോ അങ്ങനെ വൈക്കൂട്ട് കൊടുത്തതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നേരത്തെ സൽമാൻ അസർ ചോദിച്ചിട്ടുണ്ട് ഒരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറെ സമയത്ത് പരിഹസിക്കുന്നു. ഇപ്പൊ ഇവിടെ ഒരു ഹദീസ് അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഹദീസ് ഒന്ന് വായിച്ചിട്ട് ഇതിന്റെ അർത്ഥം ഒന്ന് പറയാൻ സൽമാൻ അസരിക്കോ അല്ലെങ്കിൽ നൂർ ഫൈസിക്കോ ധൈര്യമുണ്ടോ? കാരണം ഇവിടെ ഇപ്പൊ കുട്ടിപോലെ അടിച്ച ഹദീസിന്റെ ഒരു ഭാഗം ഞാനിവിടെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഒന്ന് ഞാൻ നിങ്ങൾ മൈക്കിൽ വരൂല എന്ന് ഞാൻ കരുതിയത്. ആയിക്കോട്ടെ, നിങ്ങൾക്കും ആ ദൗത്യം ഏറ്റെടുക്കുക. നമുക്കിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച തീരുമാനമാക്കുക. ഇതൊക്കെ അതൊന്നും നമുക്കിപ്പോ ഈ ഹദീസ് ഇത് നിങ്ങളെ എവിടുന്ന കൊണ്ടുവരുന്നതെന്ന് വരെ നമുക്കറിയാം. ഈ ഹദീസിനെ വിശദീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നല്ലോ. ഇത് എവിടുന്ന ഞങ്ങൾ കൊണ്ടുവന്നത് എന്ന് പോലും നമുക്കറിയാം. പക്ഷെ അതല്ല, ഇപ്പൊ കുട്ടിമോൻ അല്ല ഇസ്ലാഹിവാൻ കുട്ടിമൂണാ പറഞ്ഞത് നോണയാണെന്ന് നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങളും KNMന്റെ ആൾ തന്നെയല്ലേ? അതിനെ കുറിച്ച് നിങ്ങൾ ഒരു അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് പറയണം. ഒന്നുമില്ല, ജസ്റ്റ് ഒരു താല്പര്യം. മൂപ്പര് മുങ്ങി, മൂപ്പര് ഇറങ്ങി ഓടിക്കണം ഇവിടുന്ന്. മൂപ്പരോടല്ല,
അപ്പൊ നിങ്ങളവിടെ കിട്ടിയതാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ചോദിക്കാണ്, കുട്ടി മൂന്ന് ഇമാം അഹ്മദ് തങ്ങളുടെ പേരിൽ ആ പറഞ്ഞത് പച്ച നുണയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ശരിയല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ അത് സമ്മതിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ്, ഈ ഹദീസ് വെച്ചിട്ട് തിരിച്ചറിയാൻ വേണ്ടി ഐക്കല്ല് കെട്ടുന്നത് ശിർക്കാണ് എന്ന് ഈ ഹദീസ് വായിച്ചിട്ട് ഞങ്ങളൊന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും കൂടി നിങ്ങൾക്കുണ്ട്. കുട്ടിമൂന്ന് കൊണ്ടുവന്ന ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എടുത്തിട്ട ഈ ഹദീസ് ഉണ്ടല്ലോ, ഇത് വായിച്ചിട്ട് തിരിച്ചറിയാൻ വേണ്ടി ഐക്കല്ല് കെട്ടുന്നത് ശിർക്കാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ഈ രണ്ട് കാര്യമാണ് നിങ്ങൾക്കുള്ളത്. അതിന് രണ്ടിനും വേണ്ടിയിട്ടാണ് മൈക്ക്. ഇനി ഇവിടെ ഞാൻ വേറെ വർത്താനം പറഞ്ഞു നിൽക്കാം. മൈക്ക് റിലീസ് ശിർക്കാണ് അതിലുണ്ട്. നിങ്ങൾ തിരിച്ചറിയാൻ കെട്ടിയാലും വേണ്ടില്ല, തിരിച്ചറിയാതിരിക്കാൻ കെട്ടിയാലും വേണ്ടില്ല, എങ്ങനെ കെട്ടിയാലും വേണ്ടില്ല. ഈ ഹദീസിൽ എന്താ പറയുന്നത്? ഐക്കല് കെട്ടിവെച്ചത് ശിർക്കാണെന്ന്. പിന്നെ ഇപ്പോൾ അവിടെ നിങ്ങളെ ഒരു പൊട്ട ചോദ്യം തന്നെ വരുന്നില്ലല്ലോ, ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആവർത്തിച്ച് ചോദിച്ചത്. ഈ ക്ലാസ് റൂമിലുള്ള സാധുക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ഫ്ലവർ അടിക്കും. നമുക്ക് പറയാം, ഐക്കല് കെട്ടിയാൽ തന്നെ ശിർക്കാണ് എന്ന് ഈ ഹദീസിലുണ്ട്. ആയിക്കോട്ടെ, നമുക്കതിന് വിരോധമല്ല. അതിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ, നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം, അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, രണ്ടാമത്തെ ഒരു കാര്യം കൂടി. അതിനെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ല. അതും കൂടി പറയും, അതും കൂടെ ഒന്ന് പറയുന്നുണ്ട്. അതിന്റെ ശേഷം നമുക്ക് സംസാരിക്കാം. അംഗീകരിച്ചു പറയാം ശരി. അതായത് ഐക്കല് കെട്ടിയാൽ അത് ശിർക്കാണെന്ന് സൽമാൻ അസരി അംഗീകരിച്ചെങ്കിൽ രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാം. അത് ഒന്ന് അംഗീകരിക്കാതെ രണ്ടാമത്തെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അഥവാ ഐക്കല് കെട്ടിയാൽ അത് ശിർക്കാണ് എന്ന് സൽമാൻ അസരി 750 തരികിടക്കാർ വെക്കി മനുഷ്യ. ഐക്കല്ല് കെട്ടിയാൽ അത് ശിർക്കാണെന്ന് സൽമാൻ അസരി സമ്മതിച്ചു എന്ന് പറയും അല്ലേ? ഇവിടെ ഇമാം അഹ്മദ് തങ്ങളെ കുറിച്ച് നിങ്ങളെ കുട്ടിമൂന്ന് പിന്നെയും വന്നിട്ടുണ്ട് അല്ലേ? കുട്ടിമൂൻ റൈസാൻഡി ചെയ്ത് മുകളിൽ വരി, മുങ്ങല്ലി കുട്ടിമൂന്ന് മുകളിൽ വരി, ബാലചന്ദ്രൻ നിങ്ങൾ മുകളിൽ വരൂ. പിന്നെ മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് ഇമാം അഹ്മദ് തങ്ങൾ പറഞ്ഞു എന്ന് കുട്ടിമൂന്ന് ഇവിടെ ആദ്യം പറഞ്ഞു. ഇനി മൂപ്പര് ഈ ഹദീസ് തെളിവ് കൊണ്ടുവന്നത് എന്തിനാന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പേരിന്റെ കൂടെ 786 പോലെയുള്ള നമ്പറുകൾ അടിക്കുന്നത് ഐക്കല്ല് കെട്ടുന്നത് പോലെയാണ്. അപ്പൊ ഇങ്ങനെ പേരിന്റെ കൂടെ നമ്പറുകൾ വെക്കുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കാണ് എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന ഈ ഹദീസ് ഒരുപാട് അബദ്ധങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഈ ഹദീസ് പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിനെന്ത് മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, അങ്ങനെ ഒരു സംഭവേ ഇല്ല. അത് ശുദ്ധമായ കളവാണ്, പച്ച നുണ. ഇമാം അഹ്മദ് തങ്ങളെ കുറിച്ചുള്ളൊരു നുണ. അതിനൊന്നും ഒരു പ്രശ്നം മൂപ്പർക്കില്ല. അതിനെക്കുറിച്ച് രണ്ടാളും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ രണ്ടാളും പിന്നെ ഈ മറ്റേന്താ ചാക്കക്കൂര് മുണിഞ്ഞമാരുടെ കളിയാ കളിക്കണത്, വർത്താനം പറയാനില്ല. രണ്ടാളും ഇതാണ് ശരിക്കും വഹാബിയത്ത് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ വിഷയം, ഈ ഹദീസ് ഇതേപോലെ പേരിന്റെ കൂടെ നമ്പറുകൾ എഴുതുന്നത് ശിർക്കാണ് എന്ന് ഈ ഹദീസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഇമാമ് ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി, അതാണല്ലോ പറഞ്ഞല്ലേ, തിരിച്ചറിയാൻ വേണ്ടി, ആളെ തിരിച്ചറിയാൻ വേണ്ടി ഐക്കല്ല് കെട്ടുന്നത് ശിർക്കാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എന്താണ് വിഷയം? ഇമാം അഹ്മദ് തങ്ങളുടെ കുറിച്ച് പറഞ്ഞ നുണ, അതിനെക്കുറിച്ചൊരു പ്രതികരണം. രണ്ട്, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കുട്ടിമൂണി ഹദീസ് കൂടുതൽ എന്തിനാണെന്നറിയോ? ഐക്കല്ലിട്ടുന്നത് മാത്രമല്ല, പേരിന്റെ കൂടെ നമ്പർ എഴുതുന്നത് പോലും ഐക്കല്ലിട്ടും പോലെ ശിർക്കാനാകൂലാൻ പറഞ്ഞത്. അതും കൂടി തെളിവാണിത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഇമാമിയങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ
അതും കൂടെ ഒന്ന് പറഞ്ഞു തരണം. ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഇസ്ലാഹി മണ്ണിന് മൈക്കിലേക്ക് സ്വാഗതം. പിന്നെ നൂർ ഫൈസ് ഉസ്താദ് റൈസാൻ ചെയ്ത് മോളിൽ വരണം. എനിക്ക് സമയം വൈകുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഏതായാലും സൽമാൻ നസ്രി റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് നമ്പറിന്റെ കൂടെ നമ്പർ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നമ്പർ എഴുതി അതുകൊണ്ട് ഐക്കല് കെട്ടിയ ശിർക്കാവോ അങ്ങനെയൊക്കെ ഒപ്പം തിരിച്ചും മറ്റും പല രീതിയിൽ കണ്ട് ഒന്നു നോക്കുന്നുണ്ട്. ഒരു സാധനം അതായത് അത് കൃത്യമായിട്ട് പണ്ടുണ്ട് ഐക്കല് കെട്ടിയ ശിർക്കാണ്. നിങ്ങളെ അവിടെ എവിടെ കെട്ടിയാലും ചെറുതായിട്ട് ശിർക്കന്നെയാണ്. പിന്നെ നിങ്ങളത് നമ്പറാക്കി കെട്ടിയാലും നമ്പർ അല്ലാതെ കെട്ടിയാലും എങ്ങനെ കെട്ടിയാലും ശിർക്കാണ്. ഈ ഹദീസിൽ പറഞ്ഞ ഒരു വാചകം, അതായത് ഐക്കലിൽ കെട്ടിയാൽ അത് ശിർക്കാണ് എന്നുള്ള വാചകം ഈ ഹദീസിലെ ഏത് വാചകത്തിലാ സുഹൃത്ത് അപ്പേ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോ ഫുൾ ഡോട്ട് വരുമ്പോഴേ പറയുള്ളൂ. അപ്പൊ സൽമാൻ നസ്രി പറയേണ്ട കാര്യം ഇതാണ്. അതായത് ഈ ഹദീസിലെ ഏത് വാചകമാണ് സുഹൃത്തെ പേരിന്റെ കൂടെ നമ്പർ ചെയ്തത് ശിർക്കാണെന്നുള്ളത് നിങ്ങൾക്ക് തെളിവായി കിട്ടിയത്? കുട്ടിമോൾ അതിനാണല്ലോ ഈ ഹദീസ് തെളിവാന്ന് പറഞ്ഞു വന്നത്. അത് പറഞ്ഞുതരാൻ എത്ര നേരം നിങ്ങളെ പിന്നാലെ നടക്കുന്നത്? ഈ ഹദീസിൽ എവിടെയാണ് അങ്ങനെ ഒരു വാചകം? അല്ലെങ്കിൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് ഇമാമാണ് അങ്ങനെ പറഞ്ഞത്? തിരിച്ചറിയാൻ വേണ്ടി പേരിന്റെ കൂടെ നമ്പർ ചേർക്കുന്നത്, അതിന് ഐക്കല്ലിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഐക്കല്ലുള്ള ഇവിടെ ചർച്ചയ്ക്ക് കൂടുന്ന ഐക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പേരിന്റെ കൂടെ നമ്പർ ചെയ്തതാ ഒരൈക്കല്ല്. നിങ്ങൾ വേറെ ഐക്കല്ല് എന്ന് പറയുന്നുണ്ട്, ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞ ഒരു ഐക്കല്ലതാ. ഈ പറഞ്ഞ ഹദീസിനെ ഏതെങ്കിലും ഇമാമിങ്ങൾ പേരിന്റെ കൂടെ തിരിച്ചറിയാൻ വേണ്ടി നമ്പർ ചെയ്തതിന് ചുരുക്കാണ് എന്ന് വിശദീകരിച്ച ഏതെങ്കിലും ഒരു ഇബാറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമിന്റെ കൗല് നിങ്ങൾ കൊണ്ടുപോയി അതിന്റെ ഉടം നേരത്തെ വിടരുത് കേട്ടോ. ഇമാം അഹ്മദ് തങ്ങളുടെ പേരിൽ കുട്ടിമൂൺ എന്ന ബാലചന്ദ്രൻ പറഞ്ഞ നോണ അത് ചില്ലറല്ലാതെ വിടരുത്. അതിനെക്കുറിച്ച് കുട്ടിമൂൺ ഒന്നുകൂടി പറയണം, പ്രതികരിക്കണം, മുതലേ പിൻവലിക്കണം. അഹ്മദ് തങ്ങളെ കുറിച്ച് ഞാൻ ആ പറഞ്ഞത് അബദ്ധാണ്, ഞാൻ അറിയാതെ പറഞ്ഞോയതാണ്, എന്റെ തെറ്റ് സംഭവിച്ചാണ്, തിരുത്തണങ്ങള്. അതിനെക്കുറിച്ച് നിങ്ങൾ തിരുത്തണം. അല്ലെങ്കിൽ പിന്നെ മുസ്ലിദിലെ ഇബാറത്തുകളോട് കൊണ്ടുവരുമാണ്. ബഹുമാനപ്പെട്ട സലാം ബാക്കൽ ഉസ്താദ് വന്നിട്ട് മൈക്കരുത്. ഹലോ. അപ്പോ സൽമാൻ നസ്രി ഇത് പറയുന്നേ ഇല്ല. അതായത് ഈ കുട്ടിമോൻ അടിച്ച ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് സൽമാൻ നസ്രി ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഒരു ഡോക്ടർ പറയണ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് വെച്ചാൽ രോഗി മരിക്കുന്നു പറയണ. മന്താലിലൊക്കെ തമ്മീമത്തൻ എന്ന ഹദീസൊക്കെ വിട്ടപ്പോ ഓന്നൊക്കെ വിട്ടപ്പോ അല്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല എന്നാണ് ഇപ്പൊ കംപ്ലൈന്റ്. എന്നാ നിങ്ങൾ പറയേ തമീമത്തിന്റെ അർത്ഥം എന്താണ് ആ ഹദീസിൽ? അത് നിങ്ങൾ സ്വന്തം നിലക്ക് പറഞ്ഞാൽ പറ്റില്ല. ഇമാമിങ്ങൾ തമീമത്തിന് എന്തർത്ഥമാണ് അവിടെ നൽകിയിട്ടുള്ളത്? കുട്ടിമോനോ ഇസ്ലാഹി വണ്ണോ ഇമാമിങ്ങളുടെ കിതാബിന്റെ ഇബാറത്ത് എടുത്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി മൻ അല്ലഖ തമീമത്തൻ, ഈ തമീമത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് കൊണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇതിന്റെ ഷുറാഹ് ഇബ്നു ഹജർ ഇമാമോ ഇമാം നവവിയോ അതുപോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ എന്തർത്ഥമാണ് തമീമത്തിന് കൊടുത്തത്? ഐക്കല്ല് എന്നിങ്ങനെ പറഞ്ഞു പോയ പോലെ എന്താണ് ഈ ഐക്കല്ല്, എന്താണ് ഈ തമീമത്ത്, അതൊന്നും ഇങ്ങോട്ട് കൃത്യമായി പറയുക. അത് പറയാൻ കഴിയുമെങ്കിൽ മൈക്കെടുക്ക്, അല്ലെങ്കിൽ അതിനനുസരിച്ച് നോക്കാം. ഹലോ, ഏതൊരു ആളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല ഐക്കല്ല് കെട്ടണമെന്നുള്ളതെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പൊ ഐക്കല്ല് കെട്ടല് ഷിർക്കാണെന്നതിലേക്ക് തെളിവ് ഞാൻ കൊടുത്തു. മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക, റവാഹു അഹ്മദ് 16969 ഹദീസ് നമ്പർ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, തിരഞ്ഞു പിടിച്ചു കൊണ്ടുകൊടുക്കുക. എന്റെ ബാധ്യത ഞാൻ നിർവഹിച്ചു. എന്റെ ബാധ്യത എന്തായിരുന്നു?
അഹ്മദ് നല്ല രസമുണ്ട്. മൻ തഅല്ലഖ തമീമത്തുൻ ഇമാം അഹമ്മദ് മുസ്നദ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പോയി ഇപ്പൊ മൂപ്പര് എവിടുന്നൊക്കെ ആരോടൊക്കെ ചോദിച്ച് പിടിച്ച് ഒരു നമ്പറൊക്കെ കണ്ട് വന്നിരിക്കുക. ഇത് ഭയങ്കര തരികണല്ലോ. ഈ ജാതി തരികടൊക്കെ പോയിട്ട് കെട്ടിയോളോട് കാട്ടുമുട്ടി മോനെ. ഇവർ ചോദിച്ചതിന് മറുപടി പറയും, നീ തമീമത്ത് കെട്ടുന്നത് ഷിർക്കാണ്, ഐക്കല്ല് കെട്ടുന്നത് പിന്നെ ഷിർക്കാണ്, നമ്പർ എഴുതുന്നത് ഷിർക്കാണ്, നിന്നല്ലേ ഹദീസ് ഓതിയത്. തമീമത്തിന് അർത്ഥം പറയേ. അയിമ്മത്ത് എന്താണ് തമീമത്തിന് പറഞ്ഞത്? നിന്റെ ഇഷ്ടം പറയേണ്ടത് വീട്ടിലാ പറയാ. ഇവിടെ ക്ലാസ് റൂമിൽ വന്നിട്ട്, സമസ്തന്റെ ക്ലാസ് റൂമിൽ വന്നിട്ട് ഈ ജാതി തോന്നിയാസം വന്നിട്ട് പോവാന്ന് വിചാരിക്കരുത്. തമീമത്തിന് ഐക്കല്ല് കെട്ടുക എന്നും അതുപോലെ നമ്പർ എഴുതുക എന്നും ആവശ്യത്തിന് തിരിച്ചറിയാൻ വേണ്ടി ഏത് കിതാബിൽ പറഞ്ഞു? ഫതുൽ ബാരിയിലുണ്ടോ, ശറഹ് മുസ്ലിമിലുണ്ടോ, ഏതെങ്കിലും ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തമീമത്ത് എന്നതിന് ഈ പറഞ്ഞ അർത്ഥം ആര് പറഞ്ഞെന്ന് പറയാൻ അറിയോ നിനക്ക്? എങ്കിൽ ഇല്ലെങ്കിൽ ചോദിച്ച് പഠിച്ചിട്ട് പോവാ, അപ്പൊ നമുക്ക് മൈക്ക് തരാം. എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറയല്ല. ഇവിടെ കൃത്യമായി പറയണം. മൻ അല്ലഖ തമീമത്തൻ എന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ നീ കളവ് പറഞ്ഞു ആദ്യം. മൻ തഅല്ലഖ എന്ന് പറഞ്ഞ ശുദ്ധ കളവായിരുന്നു. ഇമാമിയങ്ങളുടെ മേൽ കെട്ടിപ്പറഞ്ഞതായിരുന്നു. അങ്ങനെ ഒരു ഹദീസ് ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടില്ല. എന്നിട്ട് അല്ലഖ എന്ന് പിന്നെ ആരൊക്കെ പറഞ്ഞു തന്നു, നമ്പറൊക്കെ ആയിട്ട് വന്നു. ഇതിനർത്ഥം ഐക്കല്ല് കെട്ടുക എന്ന് നീ അർത്ഥം വെച്ചു. ശരി, ആര് പറഞ്ഞു? എന്താണ് ഐക്കല്ല്? തമീമത്തിന് അർത്ഥമുണ്ടല്ലോ. തമീമത്ത് എന്ന പദത്തിന് അതിനൊരു തഫ്സീർ, ഒരു നിർവചനം, ഒരു വ്യാഖ്യാനം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങോട്ട് ഇബാറത്ത് വായിച്ചിട്ട് പറയണം. ഇസ്ലാഹി പറഞ്ഞാലും തിരക്കടില്ല, കുട്ടിമോൻ പറഞ്ഞാലും തിരക്കടില്ല. സമസ്തകളുടെ എല്ലാ ക്ലാസ് റൂമിലും നടക്കുന്ന നാടകം ഇവിടെയും തുടങ്ങി. അല്ലാഹുവില്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് സമസ്തക്കാരെ എന്ന് പറയുമ്പോ കബറിങ്ങ പോയിട്ട് അതേപോലെ മരിച്ചു കിടക്കുന്ന ഏതാണോ കളി? ഇതൊക്കെ ശിർക്കാണെന്ന് പറയാനും നമ്പർ എഴുതുന്ന ശിർക്കാണെന്ന് പറയാനും പിന്നെ ഐക്കല്ല് കെട്ടുന്ന ശിർക്കാണെന്ന് പറയാനും ഈ ഒരു ഹദീസ് ഓതി. ആ ഹദീസിലെ തെമീമത്തിനാണ് ഐക്കല്ല് എന്ന് അർത്ഥം വെച്ചത്. ആ ഐക്കല്ല് എന്ന് പറഞ്ഞതിന്റെയും തെമീമത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ചോദിക്കല കളി? അത് പറയുമ്പോ കബറിന് പോണതും മറ്റത് പറയില്ല. ഏതാ കളി? ഇത് കേൾക്കുന്നവർക്ക് ബുദ്ധിയുള്ളവരല്ലേ? വഹാബികൾ പറഞ്ഞ ബുദ്ധിയില്ലാത്തവരാണ്. ഈ ക്ലാസ് റൂമിലുള്ളവരും വഹാബികളല്ല, ഇവരുള്ളതും സുന്നികളാണ്. അവർക്ക് ബുദ്ധിയുണ്ട്, ചിന്തിക്കുന്നവരാണ്. അവർ മനസ്സിലാക്കാനാ പറയുന്നത്. നിങ്ങൾക്ക് തിരിയില്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഹദീസിന് അങ്ങനെ അർത്ഥമില്ല. സുന്നികൾ ഇന്ന് ഉപയോഗിക്കുന്ന ഐക്കല്ല് കെട്ടുന്നത് അത് ശിർക്കാന്ന് ഹദീസിന് അർത്ഥമില്ല. 100% ഉറപ്പിച്ച് പറയുന്നു. ഉണ്ടെന്ന് തെളിയിക്കാവൂ ഒരു ഇമാമിന്റെ ഇബാറത്തിന്റെ ഉദ്ധരണി. നീ തന്നെ അടിച്ചു വെച്ച ഇബാറത്ത് വായിച്ച് അർത്ഥം വെക്കാൻ തയ്യാറുണ്ടോ? ഏതെങ്കിലും ഒരു കിതാബിന്റെ, അംഗീകരിക്കപ്പെടുന്ന ഒരു കിതാബിന്റെ ഇബാറത്ത് എടുത്തിട്ട് തെമീമത്തിന്റെ അർത്ഥം വിവരിക്കണോ? തെമീമത്തിന്റെ അർത്ഥം പറയേ. എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറയും. തോന്നിയ അർത്ഥം പറയില്ലല്ലോ. എവിടെന്നെങ്കിലൊക്കെ ഹദീസ് കൊണ്ടുവരിക, തോന്നിയ മാതിരി ഹദീസ് വായിക്കുക, എന്നിട്ട് അതിന് നിങ്ങൾക്ക് തോന്നുന്ന അർത്ഥം വെക്കുക. അതൊക്കെ അവിടെ പറ്റും, നിന്റെ ക്ലാസ് റൂമിൽ പറ്റും. ഇവിടെ അത് പറ്റില്ല. ഇവിടെ പറഞ്ഞ മൻ അല്ലഖ തമീമത്തൻ എന്ന ഹദീസ് തന്നെ ആവട്ടെ, ആ ഹദീസില് നമ്മൾ ഈ പറയുന്ന വിധത്തിലുള്ള ഐക്കല്ല് എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാഖ്യാനിച്ചല്ലോ. എന്താണ് ഈ ഐക്കല്ല്, എന്താണ് ഈ തമീമത്ത്? അത് അതിന്റെ ശറഹിൽ വിവരിച്ചിട്ടുണ്ടാവുമല്ലോ. അതൊന്നും പറയേ. പറയാൻ അറിയില്ലെങ്കിൽ അത് പറയും, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. അതല്ലേ പറയേണ്ടത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരത്തിനിടയ്ക്ക് ഇടവുകളൊന്നൊക്കെ വരുന്നില്ല. ഇതൊക്കെ വീട്ടിലെ ഭാഷയാണ്. ഇതൊരു പൊതു ക്ലാസ് റൂമിൽ വിളിക്കേണ്ട ഭാഷയല്ല എന്ന് ബാക്യവി എന്ന് ഡോട്ട് ബാക്യവി മനസ്സിലാക്കിയ കൊള്ളാം. പിന്നെ പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുളിക പിന്നെ സഹോദര അവിടെ വിഷയങ്ങളെ മൻ അല്ലഖ തമീമത്ത് എന്ന് പറഞ്ഞാൽ ആ തമീമത്ത് എന്ന പദത്തിന് ബഹുമാനപ്പെട്ട സലഫ് സാലിഹ്യങ്ങൾ എന്താണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതാണ് വായിച്ച് അർത്ഥമാക്കാനാണ് നിങ്ങൾ പറഞ്ഞത്. അത് കുട്ടിമോനാരും വേണ്ടില്ല, ഇസ്ലാഹിമാനും വേണ്ടില്ല. എന്താ ഒന്നുകൂടി പറയാം. ബഹുമാനപ്പെട്ട സലാം ബാക്കർ ഉസ്താദ് എന്താ പറഞ്ഞത്? തെമീമത്ത് മൻ അല്ലഖ തമീമത്തൻ എന്ന് വായിച്ചല്ലോ. ആ തെമീമത്തൻ എന്ന പദത്തിന് ബഹുമാനപ്പെട്ട സലഫു സാലിഹീങ്ങൾ എന്ത് അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്, അവർ എന്ത് വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളത് എന്ന് സലഫു സാലിഹീങ്ങളുടെ കിതാബിന്റെ ഇബാറത്ത് വായിക്കുക. എന്നിട്ട് അതിന്റെ അർത്ഥം പറയാം. അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കും. ബഹുമാനപ്പെട്ട കുട്ടിമോൻ ഇപ്പൊ മൈക്ക് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ തെമീമത്തിന് ബഹുമാനപ്പെട്ട സലഫു സാലിഹീങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ ആ വാചകപ്പണ്ട് വായിക്കും. എന്താ അതിന്റെ അർത്ഥം അദ്ദേഹം അങ്ങോട്ട് വെക്കും. അപ്പൊ അതോടുകൂടി ഈ പ്രശ്നം അത് അവസാനിക്കുകയും ചെയ്യും. അല്ലേ? ഇൻഷാ അല്ലാഹ്.
കുട്ടികൾ വൈകുന്നോളി. ഇവിടെ എന്താ വിഷയം അറിയോ? അതായത് സംസ്ഥാന ക്ലാസ് റൂമിൽ വന്നിട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും, അതായത് പ്രാർത്ഥനയുടെ വിഷയം ചോദിച്ചാൽ പറയും സുന്നികൾ മരിച്ച ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ചോദിക്കും എന്താണ് പ്രാർത്ഥന? അല്ല ഉസ്താദുമാരെ, ഈ ഐക്യലിന്റെ അറബാണ് പറഞ്ഞുകൊടുത്താളി. ഐക്യലിന്റെ അറബ് പദം എന്താണ്? അത് നിങ്ങളൊന്നാൾ പറഞ്ഞുകൊടുത്താളി. ആൾക്കാർക്കറിയില്ല ഇപ്പൊ എന്താണ് ഐക്യല്ല്. ഐക്യല്, ഉറുക്ക്, ഏലസ് എന്നൊക്കെ പറഞ്ഞത് മലയാളികൾക്കറിയാം. അതിന്റെ അറബി പദം ഉസ്താദാണ് പറഞ്ഞുകൊടുത്താളി. നീ നേരെ വിവരണ്ടല്ലോ ഉസ്താദിന്, ഉസ്താദാണ് പറഞ്ഞുകൊടുത്താളി. പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാ, എന്നിട്ട് ഹാബിന് ഇമാമിങ്ങളെ മേലിൽ കള്ളം പറയാം, എന്നിട്ട് നിങ്ങളെങ്ങനെ ബഹുമാനിച്ച് ആദരിച്ച് സുഷൈഹൊക്കെ പറയണം അല്ലേ? അതിനൊക്കെ വേറെ സ്ഥലം നോക്കുക. ഇവിടെ നിങ്ങൾക്ക് അനുസരിച്ച ആദരവ് മാത്രമേ നൽകൂ. ഇമാം അഹമ്മദിന്റെ മേലിൽ കള്ളം പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായില്ല അല്ലേ? എന്നിട്ട് ഇപ്പൊ തെമീമത്തിന് ഇങ്ങനെ ശിർക്കാക്കി ആളുകളൊക്കെ മുശ്രിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമില്ല. എന്നാൽ ഇതിന് തെമീമത്തിന്റെ അർത്ഥം ഉലമായി വിവരിച്ചതിട്ട് പറയുമ്പോൾ അത് പറയാൻ നിങ്ങൾക്ക് തയ്യാറില്ല. പിന്നെ നിങ്ങളെ സുബു ഷെയ്ഖ്, ഫളീലത്ത് ഷെയ്ഖ് എന്ന് വിളിക്കണമെന്നാ? അതൊന്നും നടക്കുന്ന കാര്യമില്ല. നിങ്ങളോട് ചോദിച്ച രൂപത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയേണ്ടത് മൻ അല്ലഖ തമീമത്തൻ, ഈ തമീമത്തിന്റെ അർത്ഥം എന്താണ്? അത് ഷറഹിൽ വിവരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാതെ വന്നുപോയതാ നിങ്ങൾക്ക് ഈ അബദ്ധം. എങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. അല്ല, നിങ്ങൾക്കറിയോ അവിടെ തെമീമത്ത് എന്നതിന് അയിമ്മത്ത് പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട്? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ അടിക്കൂ, എഴുതിക്കോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? കണ്ടിട്ടുണ്ടോ? പറയാൻ വയ്യ. ഞാൻ പറഞ്ഞു തരാനല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം, തയ്യാറാണ്. ഞാൻ പറഞ്ഞു തരാം, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ അയിമ്മത്ത് പറഞ്ഞതിനടുത്തേ നിൽക്കുള്ളൂ. ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള പണ്ഡിതന്മാർ പറഞ്ഞിടത്തേ നിൽക്കുള്ളൂ. അതേ ഞങ്ങൾ മനസ്സിലാക്കുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയില്ല. കണ്ടിട്ടുണ്ട്. ആ കണ്ടത് ഒന്നിങ്ങോട്ട് വായിക്കൂ. ആ കണ്ടത് അയിമ്മത്ത് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഇമാമിയങ്ങൾ തെമീമത്തിന് നൽകിയ അർത്ഥം ഒന്നുകൊണ്ട് വായിക്കുന്നു. ഇവർ കണ്ടിട്ടുണ്ടെന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടിമോനാണ് ഉണ്ടെന്ന് എഴുതിയിട്ടുള്ളത്. അതൊന്നും കുട്ടാതെ അതൊന്നുകൊണ്ട് പറയാം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഐക്യല്ലി എന്തിനാണ് കെട്ടുന്നത് എന്ന് ഇവിടെയുള്ള 200 ചില ആൾക്കാർക്ക് അറിയില്ലേ? അറിയില്ല സുഹൃത്തുക്കളെ. ഞാൻ അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കൊക്കെ പറയാറുണ്ട് ഐക്യല്ല എന്തിനാ ഉപയോഗിക്കണേന്ന്. ഒന്നുകിലോ ഉപദ്രവം നീങ്ങാണ്, അല്ലെങ്കിൽ ആഗ്രഹം സഫലീകരിച്ച് കിട്ടാണ്. ഈ രണ്ടാവശ്യത്തിനാണ് ഐക്യല്ല ഉപയോഗിക്കുന്നത്. അതിന് തന്നെയാണ് ഇത് കിതാബിന്റെ വാർത്തപ്പോൾ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ കിതാബിന്റെ വാർത്ത കണ്ടിട്ടുണ്ട്, അത് വായിക്കാനല്ലേ നിങ്ങൾക്ക് മൈക്ക് വന്നത്? അത് ഏത് കിതാബിന്റെ വാർത്ത ഒന്ന് പറയൂ. എടോ, ഇതൊക്കെ പറയാൻ, ഇതൊക്കെ കേട്ടിരിക്കാനും എന്നിട്ട് നിങ്ങൾ ആദരിക്കണം എന്നൊക്കെ പറഞ്ഞാല് പിന്നെ അതിനൊക്കെ എന്തെന്നാ അതിനൊക്കെ പറയാ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇതിന്റെ വ്യാഖ്യാനം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ അതൊന്ന് പറയുന്നു പറഞ്ഞപ്പോ ഇവിടെ എല്ലാവർക്കും അറിയില്ലേ? എന്നാലേ ഇനി മതി നിങ്ങളെ കളി, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വായിച്ച നിങ്ങൾ ഇവർ പോസ്റ്റ് ചെയ്ത ഇബാറത്തിൽ തന്നെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ ഇമാമിങ്ങൾ പറഞ്ഞു തന്നെ പറയാം. ഈ പറഞ്ഞതൊന്നും ഇന്ന് സുന്നികൾ ചെയ്തു വരുന്ന ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തു വരുന്ന ഇതിന് ബാധകമല്ല. ഹാദാ കുല്ലുഹു, ഈ പറഞ്ഞതെല്ലാം തമായിമുകളെ ബന്ധിപ്പിക്കുന്ന കെട്ടുന്നതിൽ ഈ പറഞ്ഞതെല്ലാം മിമ്മാ ലൈസ ഫീഹി ഖുർആനും വനഹ്വുഹു, ഖുർആനോ അതുപോലെ അല്ലാഹുവിന്റെ ഇസ്മുകളോ ദിക്റുകളോ ഉള്ളതിനെ സംബന്ധിച്ചല്ല. അല്ലാത്ത പലതും മറ്റു പഴയകാലത്ത് ചെയ്തിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. അമ്മാ മാ ഫീഹി ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റുകള്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകള്, അല്ലാഹുവിന്റെ ഇസ്മുകള്, അതുപോലെയുള്ള വിരുദുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കെട്ടുന്ന ഐക്കല്ലാണെങ്കിൽ ഫലാ
അതിലെ ഈ നഹി ബാധിക്കില്ല, ഈ നഹി അതിന് ബാധകമല്ല, അതിനെ സംബന്ധിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആലാന്റെ ഇസ്മുകളെ കൊണ്ടും ദിക്ർ കൊണ്ടും ഖുർആൻ കൊണ്ടും ബർക്കത്തെടുത്തുകൊണ്ട് രോഗം മാറുവാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയാണ്. അതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഒരു ഇബാറത്ത് ഇനിയും ഒരുപാട് ഇബാറത്തുകൾ അയിമത്ത് പറഞ്ഞതുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഭിന്നങ്ങളെയും അതുപോലെയുള്ള ആളുകളെയും ബന്ധപ്പെടുത്തി അവർക്ക് സ്വന്തമായി കഴിവുണ്ടെന്ന അർത്ഥത്തിൽ ചെയ്തു വന്നിരുന്ന ഒരു പാരമ്പര്യമായ ഒരു തമായും ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞതൊന്നും ദിക്റും ഖുർആനായത്തുകളും എഴുതിയും കൊണ്ടുള്ള തമായിമ എന്ന് പറഞ്ഞത് ഈ വിരോധിക്കപ്പെട്ടതിൽ പെട്ടതല്ല എന്നും ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറം പറഞ്ഞ ഒരു ഇമാമിനെയും കൊണ്ടുവരാൻ നിങ്ങൾക്കിട്ട് സാധ്യത. അതുകൊണ്ട് ഈ വക സഫാഹത്തുകളൊന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ ഞങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ ഇങ്ങോട്ട് വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. കാര്യത്തിൽ എനിക്കൊരു ചോദ്യമില്ല. അതായത് ഇപ്പൊ പറഞ്ഞ ഖുർആൻ കൊണ്ടൊക്കെയുള്ള ഐക്യലിംഗ് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി നമുക്ക് രണ്ടുപേർക്കും പാടെ എന്നിട്ടൊരു മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങാം. കുറച്ച് ഐക്യൽ ഇപ്പൊ ഈ സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. ഈ സാധനമൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് പോളിച്ച് ഇസ്ലാഹി നിങ്ങളെ ഈ മൂച്ച് ഭ്രാന്ത് വിളിച്ച് പറയാറുള്ളത്. നിങ്ങളിപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ ഇബാറത്ത് അത് വായിച്ചു ഇവിടെ അല്ലെ, അതല്ല വായിച്ചു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ആയത്തുകളും അതുപോലെ തന്നെ അദ്കാറുകളും ഒക്കെ എഴുതിയ തമാഇമിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അതൊക്കെ കെട്ടിൽ ബർക്കത്താകുന്നു. അതല്ലാത്ത മറ്റ് ശിർക്കി പദങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഐക്യനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഈ പറഞ്ഞത് എന്ന ഇബാറത്ത് ബഹുമാനപ്പെട്ട സലാം ബാക്കർ ഉസ്താദ് ഇവിടെ വായിച്ചു. ഇനി നിങ്ങൾ അതല്ല വേണ്ട, ഇനി കുടുകൂടിയല്ലേ വേണ്ടത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്, ഉസ്താദിന്റെ ആ വാദത്തിൽ ഗണിക്കാനുള്ള ഇബാറത്ത് നിങ്ങൾ വായിക്കാൻ വേണ്ടത്. എന്ത് ഖുർആനായിട്ടായാലും വേണ്ടില്ല, ദിക്റുകൾ ആയാലും വേണ്ടില്ല, എന്ത് എഴുതിയ ഐക്കല്ലാണെങ്കിലും അതൊക്കെ ശിർക്കാവുന്നു എന്നതിനുള്ള ഇബാറത്ത് വായിക്കാൻ വേണ്ടത്. അതാണല്ലോ ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് സലാം ബാക്കർ ഇവിടെ ഇത് വായിച്ചപ്പോ ഈ ഹദീസിൽ പറഞ്ഞ തെമീമത്ത് കൊണ്ടുള്ള ഉദ്ദേശം വിശുദ്ധ ഖുർആൻ ആയത്തുകൾ എഴുതിയ തെമീമത്തോ അതല്ലെങ്കിൽ ദിക്റുകൾ എഴുതിയതോ അല്ല ഉദ്ദേശം. അതൊന്നും ശിർക്കല്ല, അതൊക്കെ ബർക്കത്തിനുള്ളതാണ് എന്ന ഇബാറത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ ഇബാറത്തോടെ വായിച്ചു. ഇനി നിങ്ങളെ ഇനി കുട്ടിമാനായാലും വേണ്ട, കുട്ടിമാനെ കേട്ടിരുന്നാവല്ലേ? കുട്ടിമാനെ വായിച്ചത് കേട്ടാ? കുട്ടിമാൻ കേട്ടത് സലാം ബാക്കർ ഉസ്താദ് വായിച്ച കേട്ടിരുന്ന ഇബാറത്ത് വായിക്കുന്ന കേട്ടാ? തെമീമത്തിന്റെ ഉദ്ദേശം എന്താണുള്ളത്? ഇത് കുട്ടിമാത്ത് കേട്ടാന്ന്. അപ്പൊ നിങ്ങൾ വായിക്കുന്ന ഇതല്ല, ഇങ്ങനല്ല. ഇനി നിങ്ങൾ വായിക്കേണ്ടത് ഉസ്താദിന്റെ ആ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് അല്ലെ, ഇന്ന ഇമാമ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഏത് ഉദ്ദേശത്തോടു കൂടി ആരും വേണ്ടിയില്ല, ഖുർആനായത്ത് എഴുതിയതാണെങ്കിലും ദിക്റുകൾ എഴുതിയതാണെങ്കിലും ഒക്കെ ശിർക്ക് തന്നെയാവുന്നു എന്ന ഇബാറത്ത് നിങ്ങളൊന്ന് വായിക്കാൻ വേണ്ടത്. ഇവിടെ കുട്ടിമാൻ വെക്കിട്ടോളി. അത് വളരെ വ്യക്തമായിട്ടല്ല. ജമീഅത്ത് എല്ലാ തമീമത്തും എന്താ പറയപ്പെടുന്നത്? ഷെറിനെ തടുക്കാൻ, കണ്ണേറെ, രോഗങ്ങളെ, ബുദ്ധിമുട്ടുകളെ മുഴുവൻ നീക്കുവാൻ, ഉപകാരങ്ങളൊക്കെ കിട്ടുവാൻ ധരിക്കുന്ന നൂലാവട്ടെ, ചരടാവട്ടെ, എന്ത് മണ്ണാകട്ടെയാവട്ടെ, അതെല്ലാം തെമീമത്ത്. എല്ലാ തെമീമത്തും ഷിർക്കിന്റെ പരിധിയിൽ വരും. ഞാൻ എന്റെ വക പറയുകയില്ല. ഗൂഗിളിൽ ഒന്നാണ് സെർച്ച് ചെയ്താൽ ഈ മുഹിദ്ദിമാരാന്ന് ചെയ്താൽ അതും കിട്ടും. ഇപ്പൊ ഗൂഗിളില് ഒന്നാണ് സെർച്ച് ചെയ്താൽ ഇപ്പൊ തന്നെ കിട്ടും എല്ലാവർക്കും. മുമ്പത്തെ മായിട്ടില്ല, സൗകര്യമായി പോയി, പഠിച്ചുപോയി. അതുകൊണ്ട് എല്ലാവരും നാൾ പഠിച്ചാൽ എല്ലാ തെമീമത്തും തന്നെയാണ് ഷിർക്കാകുന്നു. പഠിച്ചതിന്റെ ഗുണം ഗൂഗിൾ ഉസ്താദാണ് മൂപ്പർക്ക് ആകുള്ളത്. ഏത് കിതാബിന്റെ വാർത്താണ് മോനിയരെ അത് അല്ലെ മൗലവി അത് ഏതാണ് കിതാബ്? ഒന്ന് മൂപ്പര് പഠിച്ചു വായിച്ചതാണ് ജമീഉത്തമായിമി. സാധു ജമീഅ എന്നല്ല അവിടെ, യാ ഇല്ല അവിടെ, കണ്ടില്ലേ?
ജമീമത്തമായി എന്നിട്ട് അർത്ഥമൊക്കെ എല്ലാ തമായും ഉപർക്ക് കിട്ടിയതാണ്. തെമീമത്ത് എന്നുള്ളത് ജംഉ തെമീമത്തിൻ. കേട്ടോ, പഠിച്ചോ മോനെ? ജംഉ തെമീമത്തിൻ, തെമീമത്ത് എന്നതിന്റെ ബഹുവചനമാകുന്നു തമായിമ്. കണ്ടോ? എന്തല്ല എല്ലാ തമായിമും നല്ല അർത്ഥം. കുട്ടിയെ കേട്ടില്ലേ? ഇനി ഏത് കിതാബിന്റെ അർത്ഥം? ഞാൻ ഹാഫിൾ ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറഞ്ഞതാണ് വായിച്ചത്. ഇതിനെ ഗണ്ണിക്കാണെങ്കിൽ ഇന്ന കിതാബിന്റെ ഇബാറത്ത് കൊണ്ട് പറയും, ഇന്ന കിതാബിന്റെ ഇബാറത്ത് അതിൽ ഇന്ന രൂപത്തിലുണ്ടെന്ന് പറയും. ഗൂഗിളിൽ നോക്കിയിട്ട് ആരെങ്കിലും ഒക്കെ അഴിച്ചു വിട്ടടത്ത് കൊണ്ട് കൊണ്ടുവന്നിട്ട് ദീൻ പഠിച്ചതായി പറ്റിയതേ. ഞാൻ ഹാഫിൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതുകൊണ്ട് വായിച്ചു. അതുകൊണ്ട് വായിച്ചിട്ട് ഖുർആൻ ആയത്തുകളെ കൊണ്ടോ അദ്കാറുകളെ കൊണ്ടോ അള്ളാഹുവിന്റെ നാമങ്ങളെ കൊണ്ടോ ബർക്കത്തെടുക്കുന്ന തമായിമതിൽ പെട്ടതല്ല എന്ന് കൃത്യമായി പറഞ്ഞു. അതുപോലെ അതിനെ ഗണ്ണിക്കുന്ന ഒരു ഇബാറത്ത് നിങ്ങൾ വായിക്കേണ്ട പേസ്റ്റ് ചെയ്താലും മതി. നിങ്ങൾ ഈ കോലത്തിൽ വായിച്ചാല് അത് ഇമാമിങ്ങളോട് ചെയ്യുന്ന വലിയ അനാദരവാകും. തമായിമു എന്നുള്ളത് ജംഉ തമീമത്തിന്ന, അവിടെ മൂപ്പര് വായിക്കുക ജമീഉ തമീമത്തിൻ. ഈ ആളില്ലാന്ന് കണ്ണുവന്നില്ലേ? വായിക്കാൻ അർത്ഥമില്ല. പിന്നെ മറലു എന്നുള്ളടത്ത് മരിവ് എന്തൊക്കെ നിങ്ങളൊക്കെ ദീന് പറയാൻ നിൽക്കുമ്പോ ഒരു ഉത്തരവാദിത്വ ബോധല്ലേ? ഒന്നും അറിയില്ല എന്നുള്ളൊരു ബോധമെങ്കിലും വേണ്ട നിങ്ങൾക്ക്. വായിക്കാനറിയില്ല, ജമീഅൻ എഴുതണമെങ്കിൽ വായിക്കണമെങ്കിൽ ഒരു യാൾ വേണമെന്നറിയാത്ത കുട്ടികൾ ദീൻ പറയാൻ വന്ന എവിടെ എത്തി കാര്യങ്ങള്? എന്നിട്ട് എവിടുന്നൊക്കെ ഗൂഗിൾ നോക്കോ, ഗൂഗിളിൽ ഏത് അണ്ടനും അടകോറിനും എഴുതിയതൊക്കെ ഉണ്ട്. അതാണ് ഇപ്പൊ കുഴപ്പം പറ്റിയത്. അയിമ്മത്തുണ്ട് ഇവിടെ, മുസ്ലിം ലോകം അംഗീകരിച്ച അയിമ്മത്ത്, അവരുടെ കിതാബിന്റെ ഇബാറത്താണ് ഞാനങ്ങോട്ട് എഴുതി തന്നത്, ഞാനത് വായിച്ചു തന്നത്. അർത്ഥം വെച്ച് വായിക്കും തന്നോ, വായിച്ചു തരുകയും ചെയ്തു, അർത്ഥം വെച്ച് തരുകയും ചെയ്തു. അതിന് ഗണ്ണിക്കാവുന്ന ഒരു ഇബാറത്തുണ്ടെങ്കിൽ പറയാ. ഇല്ലെങ്കിലേ ആദ്യം പോയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും എങ്ങനെയാണ് വായിക്കുന്നതെന്നും ജമീഅെന്ന് വായിക്കുമ്പോ എങ്ങനെയാണ് എഴുതാനും ജംഉന്ന് വായിക്കുമ്പോ എങ്ങനെയാണ് എഴുതാനും ഒക്കെ ഒന്ന് പഠിക്ക്. എന്നിട്ട് നീ പറയാൻ വാ കേട്ടോ. അല്ലാതെ ഈ വക തമാശ കളിക്കൊന്നും ഈ സമയം വിനിയോഗിക്കുക എന്നുള്ളത് വിഡിത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ജാതി ആളുകൾ ജമീഉം ജംഉം തിരിച്ചറിയാത്ത ആളുകളാ ദീൻ പറയുന്നത്. നല്ല ചേലുണ്ട് കഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് തോന്നുന്നു ഇതോടുകൂടി ഈ ഇവരുടെ പൊട്ടത്തരണ്ടല്ല, ആ സഫാഹത്ത് ജനങ്ങൾക്കൊന്ന് വ്യക്തമാക്കി കൊടുക്കാൻ ഇത് സഹായകമായിട്ടുണ്ട് ഇവിടെ. അതെ, ഇത് ഇത്ര അല്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദ് സലാം ബക്കഴിപ്പന്നെ പോലുള്ള ആളുകളൊക്കെ ഈ വക കുട്ടികൾക്ക് നിൽക്കുന്നതാണല്ലേ. ആ സാധുവിന് അതറിയില്ലാന്ന് ഗൂഗിൾ സെർച്ച് നടത്തിക്കാൻ മൂപ്പര്. ബഹുമാനപ്പെട്ട ഉസ്താദ് സലാം ബാക്കവി ഫത്ഹുൽ ബാരിന്റെ ഇബാറത്ത് വായിച്ചാണ്. ഇബ്നു ഹജർ അസ്കലാനി തങ്ങളുടെ ഇബാറത്ത് അദ്ദേഹം വായിച്ചാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അതുപോലെ അദ്കാറുകളൊക്കെ അടങ്ങിയിട്ടുള്ള തമീമത്തല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊന്നും ശിർക്കല്ല, അതൊക്കെ തബറുക്കാണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇബാറത്താണ്ട് വായിച്ച് അർത്ഥം വെച്ചു. അതിനെ ഗണ്ണിക്കാൻ വേണ്ടി മൂപ്പര് ഗൂഗിൾ സെർച്ച് നടത്തിയിട്ട് കൊണ്ടുവന്നാണ് ഇപ്പൊ അത്. എന്നിട്ട് അതിന്റെ പടച്ച റബ്ബ എന്താണില്ലേ ഈ തമായിം എന്നുള്ളതിനെ കുറിച്ച്. അത് ജംഉ തമീമത്തിൻ, അതാണ് ഈ തമായിമ് എന്നുള്ളത് തമീമത്തിന്റെ ജംആകുന്നു എന്നാണ് അവിടെ ഉള്ളത്. മൂപ്പരെ അർത്ഥം വെച്ചിട്ട് എല്ലാ ഐക്കല്ലും ശിർക്കാകുന്നു എന്ന്. എന്റെ പ്രിയപ്പെട്ട കുട്ടിമോനെ, അതെവിടെ? അതിനു മുമ്പ് തമായിം എന്ന് അറിയില്ലേ? ഈ തമായിം എന്നുള്ളത് ജംഉ തമീമത്തിൻ, തമീമത്ത് എന്ന് പറയുന്ന മുഫ്രദിന്റെ ജംആകുന്നു തമായിം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എല്ലാ ഐക്കലും ശിർക്കാണെന്നല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ട സ്നേഹിതൻ, നമ്മൾ വളരെ അടുത്തുള്ള കൂട്ടരാണല്ലോ, നിങ്ങൾ അതൊക്കെ ഒന്ന് അതൊക്കെ മഹാപാവം തോന്നുന്നു. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരു പാവം തോന്നുകയാണ് അല്ലേ? മഹാപാവം തോന്നുകയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഈ വക സംസാരിക്കാനേ നിങ്ങളിപ്പോ നിങ്ങൾ പോയിക്കോളി, ഇപ്പൊ തൽക്കാലം പോയിക്കോളി, നിങ്ങൾ കുട്ടിമാപ്പോട് പോയിക്കോളി. എന്നിട്ട് നിങ്ങൾ ആ വാർത്തകളെ കുറിച്ചൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കുക അല്ലെ? അതാണ് നല്ലത്. മറ്റതൊക്കെ അത് ആളുകൾ കേൾക്കുമ്പോൾ ഒരു പോരായ്മ ഉണ്ടത് ഇതിലൊക്കെ. ജംഉ തമീമത്ത്, തമായിമ എന്നുള്ളത് തമീമത്തിന്റെ ജംആകുന്നു എന്നും പറയാൻ. തമീമത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, അതിന്റെ ബഹുവചനമാകുന്നു ഏത്? തമായിമ. അതാണ് ഉദ്ദേശിച്ചത്. അതല്ലാതെ എല്ലാ ഐക്കല്ലും എന്നല്ല അതിന്റെ ഉദ്ദേശം, അതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടിമോനൊന്ന് പോയിട്ട് ആ വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരണം എന്നറിയിക്കില്ല. എ ആർ സി കെ പി ഇവിടെന്താ? എ ആർ സി കെ പിക്കോ അല്ലെ? എ ആർ സി കെ പി ഇവിടെന്താ? സലാം ബാക്കി ഉസ്താദ് പോയിക്കോട്ടെ പിന്നെ അല്ലെ? ഇനിയിപ്പോ കുട്ടിമോന് തന്നെ കുട്ടിമോന് തന്നെ പോയിക്കോളി. നിങ്ങൾ നല്ല പോയിട്ട് നിങ്ങൾക്ക് പറ്റുക റൂം അവിടെ തന്നെയാണ് അല്ലേ?
ആ KNM റൂം ഉണ്ടല്ലോ അല്ലെ, അവിടെ പണ്ട് ആരും ആ റൂമിലല്ല, വേറെ ഇവരുടെ റൂമില് ഒരാള് 3 സുജൂദ് ചെയ്തു അല്ലെ, അല്ല ഒരു സുജൂദ് ചെയ്തു, ഒരാളുടെ ഇത് ഒരു സുജൂദ് ചെയ്ത്. അപ്പൊ ആ ഒരു സുജൂദ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്, നടക്കാൻ സലാം മുറ്റി എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇതിന് മറുപടി ഉസ്താദിന്റെ മറുപടി അങ്ങനെ ഒരു സുജൂദ് മറക്കുമെന്ന്. എന്താ ഇതിനൊക്കെ പറഞ്ഞില്ലേ, ഒരു സുജൂദ് അങ്ങനെ മറക്കുകയാണ്. അപ്പൊ അതല്ലെങ്കിൽ ഒരാൾ സുജൂദ് മറന്നു നിൽക്കുക, ഒരു സുജൂദ് മാത്രം ചെയ്താണ് തയ്യാത്ത ഒരാൾ സലാം മുറ്റുന്ന എന്താ, എങ്ങനെ ഒരു സുജൂദ് മറക്കുക? അങ്ങനെ പിന്നെ അവസാനം പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ നീ സൗവിന്റെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവര് സൗവിന്റെ സുജൂദ് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ സൗവിന്റെ സുജൂദ് ചെയ്താൽ മതിയാ, സ്കാറ്റിനെ റുക്കിനെ ഒഴിവാക്കി സൈവിന്റെ സുജൂദ് ചെയ്താൽ മതിയാ? എല്ലാവർക്കും അറിഞ്ഞൊരു വിഷയമല്ലേ പോലെ ആ റുക്കിന് വീണ്ടെടുക്കണം അല്ലേ, അത് ആ റുക്കിന് വീണ്ടെടുക്കണം. എന്നിട്ട് പിന്നെ അങ്ങനെ മറന്നു ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യണം, പിന്നെ സുജൂദ് അതല്ല ഉള്ളത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടിമോനാവട്ടെ, ഇസ്ലാഹി വണ്ണാവട്ടെ, നിങ്ങളൊക്കെ എന്ത് ചെയ്യറ്റുണ്ട്, കുറച്ചൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടേ പിന്നെ അത് ഏറ്റവും ചുരുങ്ങിയത് ജംഉ തമീമത്തിൻ, അത് ആ തമായിം എന്നുള്ളത് തമീമത്തിന് ജംആകുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. അതിനുശേഷം ഈ ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നാൽ മതി എന്ന് വളരെ സ്നേഹത്തോടു കൂടി ആവശ്യപ്പെടുകയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് മൈക്കില്ല, മൈക്ക് വേണ്ടത് ഒരു പൊട്ടത്തരാണ് ഇതൊക്കെ. ഇതിനും കൊണ്ടിങ്ങനെ അല്ലെ, ഈ വക ഇതൊക്കെ ഇതിനും കൂടെ നമ്മൾ മൈക്ക് ഇങ്ങനെ കൊടുക്കാറാല്, ഈ വക പൊട്ടത്തരം കേൾക്കാൻ വേണ്ടിട്ട് മൈക്ക് ഇങ്ങനെ കൊടുക്കാറിനാല് ഒരു മോശമാണ്. അതുകൊണ്ട് മറ്റാരും മൈക്ക് കിട്ടുന്നൂടെ, യാസിക്ക് എത്തിയോ അല്ലെങ്കിൽ ജാഫർ ബില്ലുണ്ടല്ലോ അവിടെ അല്ലേ, ജാഫർ ബില്ലിന് ആരെങ്കിലും മൈക്ക് കിട്ടുന്നൂടെ? ഇൻഷാ അല്ലാഹ് സിദ്ദീഖാരി പറക്കണ്ടല്ലോ, നിങ്ങൾ ആരും മൈക്ക് ഇതുവരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിന് മുമ്പായിട്ട് ഒരു പണി വല്ലാത്ത ഓരോ പൊട്ടത്തരേ, എന്തൊരു അതിശയതല്ലേ. ജംഉ തമീമത്തിന് എല്ലാ ഐക്കലും ചെറുക്കാണ് ജംഉ തമീമത്തിന്. അല്ലാ, അതിപ്പോ നിങ്ങൾ എന്ത് വെച്ചാലും വേണ്ട, നിങ്ങൾക്ക് ഒരു അത്യാവശ്യമൊക്കെ തിരുന്ന ഒരാളായിട്ട് വരി, എന്നാലും നമുക്ക് നോക്കാം അല്ലെ. കുറച്ചൊക്കെ എന്തെങ്കിലും തിരുന്ന, ഏറ്റവും ചുരുങ്ങിയത് തമായിമിന്റെ അവിടെ ജംഉ തമീമത്തിന് എന്ന് പറയുന്നത് അത് തമീമത്തിന് ജംആകുന്നു, തമായിമുള്ള തമീമത്തിന് ജംആകുന്നു എന്നെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളുമായി വരി. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ജഫറുല്ല അലി സിദ്ദീഖ് ഇബ്രാഹിം മൈക്കിലേക്ക് വരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാസിക്കേറ്റ് എല്ലാവരും നല്ല യാസിക്കേറ്റ് ഇവിടെ പോയെന്നറിയില്ല, ഏതായാലും യാസിക്കേറ്റ് അർത്ഥം ഈ കുട്ടിമോ വലിയൊരു പണ്ഡിതനാണ് വിചാരിച്ചുകൊണ്ടൊക്കെ നിൽക്കാൻ കാര്യമായിട്ട് ഇയാളെ വായന കേട്ടപ്പോ എനിക്ക് മനസ്സിലായ സംഭവം ഇയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ വായന കാട്ട് അടിച്ചു പൊളിച്ചു മ്യൂറ്റല്ലേ, സാധാരണ ഒന്നും ചിന്തിക്കാതെ വന്നിട്ടാണ് വായിക്കണേ. ഏതായാലും പോയി സാധനം അതോ ഗൂഗിളിൽ പോയി എത്ര പ്രയാസപ്പെട്ട് പെടുന്നത് ആ വന്നിട്ട് പ്രയാസം السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. جزاكم الله خيرا. سلام باكي ഉസ്താദ്, മാഷാ അല്ലാഹ് മുതലായി പോയിട്ടോ, മുതലായി പോയി. ചർച്ച കുട്ടിമോന്റെ കഴുത്തിന് അലക്കിന് അങ്ങോട്ട് പിടിച്ച് ശ്വാസം കിട്ടുന്നില്ല പാവത്തിന്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു കുട്ടിമോനെ? നമുക്ക് നമ്മളെ മറ്റേ വാട്സപ്പിൽ കളിച്ചാൽ പോരായിരുന്നോ? വാട്സപ്പിൽ ഇങ്ങനത്തെ പോയത്തങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് നടന്നാൽ പോയി. എന്ത് ആവശ്യം ഉണ്ടായിരുന്നു? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സമസ്ത കേരള ഇസ്ലാമിക ക്ലാസ് റൂമിനുള്ളിലേക്ക് വരേണ്ടത്? ആകെ നാറ്റിച്ചില്ലേ? ആകെ നാറ്റിച്ചില്ലേ? ഒരു ഒന്നൊന്നര സംഭവം വളരെ നന്നായിട്ട്, കാരണം വളരെ എനിക്കൊന്ന് റേഡിയോ പ്രേക്ഷകരും അതുപോലെ തന്നെ എല്ലാവരും വളരെ വളരെ നന്നായിട്ട് ഈ വിഷയം ആസ്വദിച്ചു.
വളരെ നന്നായിട്ട് മനസ്സിലാക്കാനും കഴിഞ്ഞു അല്ലേ? ഒറ്റ ചോദ്യമല്ലേ? ആരിക്കാ ഡോട്ട്? മോനാനൂനോ? മോനാനൂന്റെ ഡോട്ട് അമീർ സാഹിബ് മോനാനൂന് ഡോട്ട് ഉണ്ട് എന്ന് വളരെ നോക്കാച്ച ഒന്നും പറഞ്ഞില്ലല്ലോ. അവർ ഉദ്ധരിച്ച ആ ഹദീസിൽ കുട്ടിയെ ആക്കി അതിങ്ങോട്ട് പറ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ അല്ലേ? വളരെ എത്ര പ്രശംസിച്ചാലും വരാൻ വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു. അൽഹംദുലില്ലാ. എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? എന്റെ പിന്നെ ചെറിയ കട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കള്? ഓക്കെ. ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും ബറക്കത്തും പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് ഈ ചർച്ച കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട സൽമാൻ അദരി ഉസ്താദ് വളരെ മനോഹരമായ ചർച്ചയായിരുന്നു, വളരെ നല്ല ചർച്ചയായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ നമ്മളെ മുടിയും കൊണ്ടുവന്ന കാന്തപുരം കുടുങ്ങി എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ കുട്ടിമോൻ ഈച്ച ചക്കപ്പശയിൽ കുടുങ്ങിയതുപോലെ ശരിക്കും മൂപ്പറന്നെ കൊണ്ടുവന്ന ഒരു ഹദീസ്. സലാം ബാക്കി ഉസ്താദ് വേറെ ഹദീസ് വേറെ ആയത്ത് കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല എന്നല്ല ചോദിച്ചത്. നിങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, നിങ്ങൾ കൊണ്ടുവന്ന ആ അതിലെ ഇന്ന വാക്കിന് എന്താ അർത്ഥം പറഞ്ഞു കൊടുക്ക്, ജനങ്ങൾ കേൾക്കട്ടെ. മിണ്ടാൻ കഴിഞ്ഞില്ലല്ലോ അല്ലേ? മിണ്ടാൻ കഴിഞ്ഞില്ലല്ലോ. വളരെ അൽഹംദുലില്ലാ. എന്താ പറയാൻ വാക്കുകളിൽ അത്ര മനോഹരമായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു. അതിന്റെ പ്രതികരണം പിന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ കാണിക്കാൻ കഴിഞ്ഞു. പലർക്കും ടെക്സ്റ്റിൽ കൂടിയും മറ്റും റേഡിയോ പ്രേക്ഷകരൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടാകും. വാട്സപ്പിലും എല്ലാത്തിലും അതിന്റെ അലയൊല്ലികൾ അടിക്കുന്നുണ്ട് ഇപ്പോഴും. കുട്ടിമോനെ ഏതായാലും 3 ദിവസമെങ്കിലും ചുരുങ്ങിയത് പനി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്ര നന്നായിട്ട് ഒന്ന് ഇങ്ങനൊന്നും ആയിരുന്നില്ല. മൂപ്പർ ആരാ സാധനം? മൂപ്പർ മറ്റേ ഇടയ്ക്ക് ഇങ്ങനെ വരുത്താണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു പേമാരി വരുന്ന പോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ബൈലക്സ് ഇങ്ങനെ വന്നിട്ടെങ്കിൽ അല്ല ഒരു 1.5 വർത്താനാ പറലി. സലാം ബാക്കി നിങ്ങൾ കൊണ്ടുനാക്കാണ്ടു അതിൽ ഇന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പറ്റില്ല അല്ലേ? മാഷാ അല്ലാ. നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുലമയുടെ നേതാക്കന്മാർ മാഷാ അല്ലാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും ബറക്കത്തും പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് നാള് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് സാന്ദര്യമായ ദുആ ചെയ്യുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. കുട്ടികളൊക്കെ ഉറങ്ങായിരുന്നു. അറിയാലോ, ഇരട്ട കുട്ടികളാണ്. ഒന്ന് എണീച്ചാൽ പണി കിട്ടും. അപ്പോ സൗണ്ട് കുറക്കാൻ തോന്നുന്നില്ല. കുട്ടികൾ എണീച്ചാലേ സാറില്ല. അത്ര മനോഹരമായ ചർച്ചയായിരുന്നു. മുതലായിപ്പോ ശരിക്കും അത്ര മനോഹരമായ ചർച്ചയായിരുന്നു. തൽക്കാലം നിർത്തുന്ന ദുആവസ്യത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാഫർ വില്ലൻ സാഹിബ് എല്ലാരും വരിക. പിന്നെ സിദ്ദീഖ് കരിമ്പ്ര സാഹിബ്, ജാഫർ വില്ലൻ സാഹിബ് എല്ലാരും വരിക. പിന്നെ നമ്മളെ മോനാനുവിന്റെ ഡോട്ട് ഒഴിവാക്കണമെന്നതിന്റെ ഇടക്ക് പറഞ്ഞിരുന്നു. നമ്മളെ മോനാനുവിന്റെ മൈക്ക് ഡോട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. മാഷാ അല്ലാഹ്. എല്ലാവരും കഴിവിന്റെ പരമാവധി മൈക്കിൽ വരാൻ പറ്റുന്നവർക്കൊക്കെ വരാം. എല്ലാവർക്കും വന്നുകൊണ്ട് എല്ലാവരും മൈക്കിൽ സംസാരിക്കണമെന്ന് അറിയിക്കുന്നു. മൈക്കിൽ വിളിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. വളരെ നല്ല ഒരു ചർച്ചയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദ് വളരെ കൃത്യമായിട്ട് ആ വിവരണം നടത്തിയപ്പോ ഇവർക്ക് മാത്രമല്ല, വഹാബിസത്തെ പൊളിച്ചടക്കി എന്ന് മാത്രമല്ല, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒന്നുകൂടി ഇവരുടെ കള്ളത്തരങ്ങൾ ബോധ്യപ്പെടാനും സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആശയത്തിലേക്ക്, അതായത് ആ ആശയത്തിൽ ഒന്നുകൂടി നമ്മളെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ഒന്നായി മാറിയെന്നല്ല. അള്ളാഹു സലാം ബാക്കവിക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും നമുക്ക് കിട്ടിയിട്ടുള്ളത്.
250ഓളം ആളുകൾ ഇത് കേട്ടപ്പോ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഹദീസ് അവർ കൊണ്ടുവരികയും ഞാൻ ഈ ഇസ്ലാഹിം ഈ കുട്ടിമോനൊക്കെ വരുന്ന സമയത്ത് ആ അറബി വാചകങ്ങൾ വായിക്കണ കണ്ടപ്പോ വലിയ 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 പണ്ഡിതന്മാർ വരുന്ന കരുതി. കാരണം ഇവരെ കൂട്ടത്തെ വലിയ പണ്ഡിതന്മാർ തന്നെയാണിത്. സത്യത്തിൽ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ പണ്ഡിതന്മാർ തന്നെയാണ് പെട്ടെന്ന് ഇബാറത്ത് കൊണ്ടുവരികയും പേസ്റ്റ് ചെയ്യുകയും, എന്നിട്ട് നിങ്ങൾ അവിടെ നോക്ക്, ആ ഇബാറത്ത് വായിക്കുമ്പോ തന്നെ അതിലെ വായനയിലുള്ള തെറ്റ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. സലാം ബക്കർ ഉസ്താദ് പറഞ്ഞപ്പോ തന്നെ ഇവരുടെ വിദ്യാഭ്യാസം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മുമ്പ് മുജാഹിദ് മൗലവിയുടെ ഒരു നേതാവുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇതേപോലെ തന്നെ പല പുസ്തകങ്ങൾ എടുത്തിട്ടാണ് ഇബാറത്തിന് അർത്ഥം വെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പുസ്തകങ്ങളിൽ നോക്കിക്കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹദീസ് ഓതി അതിന്റെ അർത്ഥം 10 പേജിലായിരുന്നു. എന്നിട്ട് അർത്ഥം വെച്ചപ്പോ തറാവീഹിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോ ശ്രീ ജുമാ ജമാഅത്തിനെ കുറിച്ചിട്ടുള്ള ഹദീസ് ഓതുകയും എന്നിട്ട് തറാവീഹിന്റെ അർത്ഥം വെച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇവിടെ എന്തൊക്കെയോ ഇബാറത്ത് വായിക്കും. ആ ഇബാറത്തിന്റെ അർത്ഥം അങ്ങോട്ട് ചോദിച്ചു വയ്ക്കും. അതിന്റെ ഇമാമിയങ്ങൾ എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോ അതറിയില്ല. നിങ്ങൾ നോക്ക്, ഗൂഗിൾ നിങ്ങളുടെ അടുത്തൊക്കെ ഇല്ലേ. ഇതാണ്, ഈ രീതിയിലാണ് വഹാബിസം. സത്യത്തിൽ ഈ കുട്ടിമോൻ ഇസ്ലാഹിനൊന്നും പറഞ്ഞിട്ടും പ്രശ്നം, നമ്മൾ അവരെ കുറ്റപ്പെടുത്തണ്ടെന്നുള്ള എന്റെ അഭിപ്രായം. കാരണം ഇങ്ങനെയാണ് ഇവരുടെ നേതാക്കന്മാർ, ഈ രീതിയിലാണ് ഇവരെ പഠിപ്പിച്ചു വിടുന്നത്.